Good evening. Good evening all. Audible ആണല്ലോ അല്ലേ? Yes, sir. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും സന്തോഷം നേരെയാണ്. വിമ്പിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ ദിനേന എന്നോണം സംഘടിപ്പിച്ചു വരുന്ന വെബിനാറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഫൈസൽ സി എ, വിമ്പിൾ അക്കാദമിയുടെ ഡയറക്ടറാണ്. ഇന്നത്തെ ഒരു ലോകത്ത് അധ്യാപകരും അതേപോലെ തന്നെ സ്കൂൾ മാനേജ്മെന്റും അതേപോലെ തന്നെ കൗൺസിലർമാരും സൈക്കോളജിസ്റ്റുകളും അടക്കമുള്ള ടീമുകൾ വിദ്യാഭ്യാസ മേഖലയിൽ വിശേഷിച്ചും സ്കൂളുകളൊക്കെ തുറന്ന ഒരു സാഹചര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ വിദ്യാർത്ഥികളുടെ സമഗ്രമായിട്ടുള്ള വളർച്ചയെക്കുറിച്ച്, അവരുടെ മാനസികമായിട്ടുള്ള ഉന്നമനത്തെക്കുറിച്ചൊക്കെ നല്ലവണ്ണം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്തില് വിശേഷിച്ചും സാങ്കേതിക വിദ്യയുടെ വളർച്ച, അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുകളെ സംബന്ധിച്ചിടത്തോളം അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾ. കാരണം മാറ്റങ്ങൾ വളരെ സ്പീഡിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അക്കാദമിക് സമ്മർദ്ദങ്ങൾ, അതേപോലെ തന്നെ ഡിജിറ്റൽ ലോകത്തിന്റെ സ്വാധീനം, അതേപോലെ തന്നെ കുടുംബ ഘടനയിലെ വ്യത്യാസങ്ങൾ, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് കുട്ടികൾ അതേപോലെ തന്നെ കൗമാരക്കാർ ആയിട്ടുള്ളവരുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അത്തരം പ്രയാസങ്ങളെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ ഇത്തരത്തിൽ കുട്ടികളുടെയും അതേപോലെ തന്നെ കൗമാരക്കാരുടെയും മാനസികാരോഗ്യത്തിന് പിന്തുണ നൽകാം എന്ന് അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എല്ലാ സ്കൂളുകളിലും കൗൺസിലർമാർ നിർബന്ധമായിട്ട് വരുന്നു, റെമഡിയേറ്റേഴ്സ് നിർബന്ധമാക്കിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടുകൾ നൽകുന്നതിന് കമ്മ്യൂണിറ്റികളിൽ പ്രത്യേകം ആളുകളെ നിയമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് സോഷ്യൽ ഇമോഷണൽ ലേണിംഗ്, SEL അല്ലെ, സോഷ്യലിയും അതേപോലെ തന്നെ ഇമോഷണലിയും അവരെ ഏബിൾ ആക്കുന്ന, അവരുടെ വികാരങ്ങളെ തിരിച്ചറിയാനും നിയന്ത്രിക്കാനും ഒക്കെയുള്ള വിഷയങ്ങളിൽ കൂടുതൽ ചർച്ചകളും കൂടുതലായിട്ടുള്ള ഇടപെടൽ, നല്ല സമീപനങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഏർലി ഇന്റർവെൻഷനെ സംബന്ധിച്ചിടത്തോളം പ്രാരംഭഘട്ടത്തിൽ തന്നെ പ്രയാസങ്ങൾ കണ്ടെത്തി പിന്തുണ നൽകുക എന്നുള്ളതാണ്. അത് ബിഹേവിയറിലാകാം, പഠനത്തിലാകാം, മറ്റോ സോഷ്യൽ ആക്ടിവിറ്റീസിലാകാം. അങ്ങനെ തുടങ്ങി എവിടെയായി കഴിഞ്ഞാലും ഏർലി ഇന്റർവെൻഷൻസ് നമുക്ക് ഉണ്ടാവുക. അതിലൊക്കെയുള്ള രീതിയിൽ നമുക്ക് മനോഹരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. ഡിജിറ്റൽ ലിറ്ററസി നമുക്ക് കുട്ടികൾക്ക് നൽകാം. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് സമൂഹത്തിലേക്ക് ഇടപെടേണ്ടതുണ്ട്. അപ്പൊ ആ രീതിയിൽ കൗൺസിലേഴ്സ്, സൈക്കോളജിസ്റ്റുകൾ, ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാവരുടെയും ഒരു സപ്പോർട്ടോടുകൂടി തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഇനിയൊരു ഫ്യൂച്ചർ എന്നുള്ള രീതിയിൽ തന്നെ ഒരു സ്കൂൾ മെന്റൽ ഹെൽത്ത് സപ്പോർട്ടിൽ അതിന്റെ ഒരു ഫ്യൂച്ചർ എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്ന ഈ ഒരു വെബിനാറിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മേഖലയിലെ ചർച്ചയായിരിക്കും ഇന്ന് നമ്മളിവിടെ സംഘടിപ്പിക്കുക. അതുമായി ബന്ധപ്പെട്ട് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും സൈക്കോ തെറാപ്പിസ്റ്റുമായിട്ടുള്ള നിസാവ് സാറാണ് ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുകയും നോളജുകളും അതേപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് നമുക്കിടെ ഇന്നത്തെ സെഷൻ നമുക്ക് മനോഹരമാക്കാം. ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിസാവ് സാറിനെ വളരെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. Thank you. Hello, good evening. Good evening, Audible sir. അല്ലേ? Okay, good evening. എല്ലാവരുടെയും വിശേഷങ്ങൾ എന്താണ്? എല്ലാവരും സ്കൂളൊക്കെ തുറന്ന് ബിസി ആയിട്ടുണ്ടാവും അല്ലേ? മഴയാണ്, സ്കൂളാണ്, പിന്നെ വെക്കേഷനൊക്കെ കഴിഞ്ഞു.
എന്താണ് വിശേഷങ്ങളൊക്കെ എല്ലാവരും? അതെ സർ, സ്കൂളൊക്കെ തുറന്നു. കുറച്ച് ബിസി ആണല്ലേ? അതെ അതെ. ഓക്കെ. അപ്പോ സ്കൂള് തുറക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ടെൻഷനായ പാരന്റ് എന്ന നിലയിൽ നമുക്ക് ഒരുപാട് ടെൻഷനായിട്ടുള്ള കാര്യങ്ങൾ നോർമലായിട്ട് ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ചും പിന്നെ ഒരു 9th കഴിഞ്ഞ് 10th സ്റ്റാൻഡേർഡിലൊക്കെ വരുന്ന കുട്ടികൾക്കുള്ള പാരന്റ്, അല്ലെങ്കിൽ അതേപോലെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരുപാട് ടെൻഷൻ. ഇപ്പൊ അടുത്ത പ്രാവശ്യം എങ്ങനെ ചെയ്യും, എങ്ങനെയൊക്കെയാണ്, ഇനി 10ാം ക്ലാസ്സിലാണ്, ഇനി +2 ആണ്, ഇതൊക്കെ അവർക്ക് ഒരുപാട് ടെൻഷൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പൊ ഇന്നത്തെ കാലത്ത്, അതായത് 21ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പഴയ കാലത്ത് ഓരോ ദിവസവും നമ്മൾ എന്താണ്, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലും അത് പഠന മേഖലയിലും ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന അതേ സബ്ജക്റ്റുകളൊന്നും ആയിരിക്കില്ല ഇപ്രാവശ്യം കുട്ടികൾക്ക് ഉണ്ടാവുക. അപ്പം ഓരോ വർഷം എന്താണ്, ടോപ്പിക്കുകൾ മാറുന്നു, മൊഡ്യൂളുകൾ മാറുന്നു. അപ്പൊ നമുക്ക് പഴയതുപോലെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ തന്നെ പഠിച്ചിട്ട് ഇപ്പൊ ട്യൂഷൻ എടുക്കുന്ന ആളുകൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ടിയാണ്. കാരണം അവരും പഠിക്കണം പുതിയ സബ്ജക്റ്റുകളൊക്കെ. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഡിഫറൻഷിയേഷൻ നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ട് എല്ലാവരും അനുഭവിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് മുതിർന്നവർ ഇത്രയും ബുദ്ധിമുട്ടുള്ള പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥ കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലായിരിക്കും. അപ്പൊ ആ വിദ്യാർത്ഥികളുടെ പഠനം അല്ലെങ്കിൽ പെരുമാറ്റം അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ, അതായത് ഫ്യൂച്ചർ ആയിട്ട് ഒരു സക്സസീവ് ആയിട്ടുള്ള ഒരു ലൈഫ്, ഇതിന്റെയൊക്കെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ ഒരു ഫ്യൂച്ചർ ഓഫ് മെന്റൽ ഹെൽത്ത് ഇൻ സ്കൂൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കാരണം മാക്സിമം ഒരു മെന്റൽ ഹെൽത്ത് പിന്തുണ കൂടുതലായിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക, അതേപോലെ അതിന്റെ അടിസ്ഥാനമാക്കിയുള്ള ആ ഒരു പ്രതിരോധം ഏതൊക്കെ രീതിയിൽ നമുക്ക് കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ടോപ്പിക്. അപ്പൊ ഇന്നത്തെ സെഷനിലേക്ക് വന്നിട്ടുള്ള എല്ലാവരും ഒരിക്കൽ കൂടി ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. എന്റെ സന്തോഷം നിങ്ങളിലേക്ക് അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോ ഇന്നത്തെ ഒരു ടോപ്പിക് തന്നെ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് എങ്ങനെയാണ് ഒരു സ്കൂൾ മേഖലയിൽ നമ്മുടെ കുട്ടികൾ ഒരു മാനസികമായിട്ട് മെന്റൽ ഹെൽത്തിന് നമുക്ക് എങ്ങനെ ഓക്കെ ആകാം. അതായത് പ്രോബ്ലം ഫോക്കസ് ടു പ്രിവെൻഷൻ ഫോക്കസ്. അതായത് മുമ്പ് നമ്മളൊരു കുട്ടിക്ക് പ്രശ്നം വന്ന ശേഷമായിരിക്കും നമ്മളൊരു കൗൺസിലർ അടുത്തേക്ക് വരിക, അല്ലെ ടീച്ചേഴ്സ് പറയും. അതായത് വിദ്യാർത്ഥികൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ ക്ലാസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ബിഹേവിയർ എന്തെങ്കിലും ഇഷ്യൂസ് കാണുമ്പോഴായിരിക്കും നമ്മളടുത്ത് ഈ ഒരു കുട്ടീനെയും കൊണ്ട് പാരന്റോ ടീച്ചേഴ്സോ കംപ്ലൈന്റ്, ആ കുട്ടിക്ക് ഇങ്ങനെയാണ്, ആ കുട്ടി ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പല പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിൽ. പക്ഷെ നമുക്ക് ഇനിയുള്ള കാലം, നമുക്ക് സാറ് അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞതുപോലെ ഈ ഒരു പ്രശ്നം വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്താണ്, ഭാവിയിലെ പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു നിയമപ്രകാരം പുതിയ സർക്കാർ വന്നു, ഒരുപാട് നിയമങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു കൗൺസിലർ വേണം, അല്ലെങ്കിൽ ഇത്ര കുട്ടികൾക്ക് ഒരു കൗൺസിലർ വേണം, ആ കൗൺസിലറിന് ഇത്ര സ്കില്ല് വേണം. പണ്ടൊക്കെ ഈ സ്കൂൾ കൗൺസിലറിന് ഒരു PGയോ അല്ലെങ്കിൽ UG സൈക്കോളജി മാത്രം, ഇത് മാത്രം പോരാ. ഇപ്പൊ ആ ഒരു കൗൺസിലർ എന്ത് വേണം, അത്യാവശ്യം ഒരു സ്കില്ല്, തെറാപ്പി സ്കില്ലുകൾ, അല്ലെങ്കിൽ ആ സ്കൂളിൽ ഒരു സ്കൂൾ കൗൺസിലിങ്ങിന് എന്തൊക്കെ വേണ്ട, നിയമങ്ങൾ പാലിക്കാനുള്ള കഴിവുണ്ടോ, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് വളരെ ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ ആ ഒരു മാനേജ്മെന്റ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾ നമുക്ക് എങ്ങനെയാണ് ക്ലാസ് റൂമുകൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്, അത് വളരെ ഒരു ടാസ്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സാറ് തുടക്കത്തിൽ ഒരു പറഞ്ഞ ടോപ്പിക് ഉണ്ട്, സോഷ്യൽ ഇമോഷണൽ ലേണിംഗ്, സെൽ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക്. അപ്പോ നമുക്ക് ഒരു കൗൺസിലർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സ്കൂൾ സ്റ്റുഡന്റ് കൗൺസിലർ എന്ന നിലയിൽ നമ്മളൊന്ന് സോഷ്യൽ ആവുക എന്നുള്ളതാണ്. അല്ലാണ്ട് നമ്മൾ സ്കൂൾ വെറുതെ പോവുക, കുറെ കാര്യം കുട്ടികൾക്ക് ഒരു മീറ്റിംഗ്, ആഴ്ചയിൽ ഒരു മീറ്റിംഗ് ഗ്യാതറിംഗ് നടന്നു, എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അതുമല്ല. ശരിക്കും അവരെ സോഷ്യൽ ഇമോഷണലായിട്ട് നല്ലൊരു വെൽബീങ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന് വളരെയധികം നിർബന്ധമാണ്. അതല്ലാണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്, അവർക്ക് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ ചെയ്യണം. അത് അക്കാദമിക്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള കുട്ടികളാണോ, അതേപോലെ അവർക്ക് പഠനത്തിൽ ഏതെങ്കിലും ചാപ്റ്റർ മനസ്സിലാവാത്തത് കൊണ്ടാണോ ആ കുട്ടി സ്റ്റക്കായി പോയിട്ടുള്ളത്, അതേ കുട്ടിക്ക് തന്നെ എന്താണ് പഠനത്തിലൊക്കെ ഓക്കെയാണ്, വീട്ടിൽ ഭയങ്കര വികൃതിയാണ്, ഇതൊക്കെ നമുക്ക് എല്ലാത്തിലും ഉൾപ്പെടുന്നതാണ് സെൽ എന്ന് പറഞ്ഞ സോഷ്യൽ ഇമോഷണൽ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്ക്. അപ്പൊ അതിലൂടെ നമ്മൾ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിൽ കൂടെ നമ്മൾ എന്താണ് മറ്റൊരു കൂടി അവിടെ കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് വരും, ഇമോഷണൽ ലിറ്ററസി പ്രോഗ്രാം. അതായത് ഈ ഒരു സെല്ല് നമ്മൾ കറക്റ്റ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, നല്ല രീതിയിൽ കമ്പൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ ഇമോഷണൽ ലിറ്ററസി ഓട്ടോമാറ്റിക് ആ കുട്ടിയും അല്ലെങ്കിൽ ആ സ്കൂൾ നമ്മളുമായിട്ടൊരു റാപ്പോ ബിൽഡപ്പ്. നമ്മൾ പോകുന്നത് കറക്റ്റ് പാത്ത് വേ കൂടെയാണ്. നല്ലൊരു റെസിലൻസ് ട്രെയിനിങ് അവിടെ കൊടുക്കുന്നുണ്ട്, നല്ലൊരു സ്ട്രെസ് മാനേജ്മെന്റ് ക്ലാസ്സുകൾ എല്ലാ ആഴ്ചകളും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫിക്സിങ് പ്രോബ്ലം നമ്മൾ എന്താണ് മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ബിൽഡിംഗ് സ്ട്രെങ്ത് എന്നതിലേക്ക് ഒരൊറ്റ മാറ്റമാണ് നമ്മൾ കൊടുക്കുന്നത്.
പ്രശ്നമുള്ള കുട്ടികളെ മാത്രം അന്വേഷിച്ച് നടക്കുക എന്നുള്ളതല്ല ഒരു കൗൺസിലറുടെ ജോലി അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലറുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഹോൾ സ്കൂൾ മെന്റൽ ഹെൽത്ത് അപ്രോച്ച് എന്നുള്ള ഒരു പാറ്റേണിലേക്ക് നമ്മൾ വേണം. അതിനു വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം? മാനസിക ആരോഗ്യം കൊടുക്കുന്നത് ഒരു കൗൺസിലർ ഉത്തരവാദിത്തം മാത്രമല്ല, ആ സ്കൂളിൽ ഉണ്ടാവുന്ന പ്രിൻസിപ്പാളിന്റെ ഉത്തരവാദിത്തമാണ്, ടീച്ചേഴ്സിന്റെ, പാരന്റിന്റെ, സ്കൂൾ കൗൺസിലറിന്റെ, സ്റ്റുഡൻസിന്റെ, കമ്മ്യൂണിറ്റി ഏജൻസിയുടെ എല്ലാ തരത്തിലും എന്താണ് ഇവർക്ക് സപ്പോർട്ട് നമ്മൾ എന്താണ് ഒരു ഗ്രൂപ്പായിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ചില സ്കൂളുകൾക്കാണ് എന്ത് പ്രശ്നം ആ കൗൺസിലറോട് ചോദിച്ചാൽ മതി, അയാളാണ് ഇവിടുത്തെ റെസ്പോൺസിബിലിറ്റി. എല്ലാ പ്രശ്നങ്ങളും അവരെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു അബ്യൂസോ അല്ലെങ്കിൽ ഒരു ട്രോമ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ആ കൗൺസിലർ ചിലപ്പോൾ പെട്ടുപോയിട്ടുണ്ടാവും. കാരണം ആൾക്ക് എന്താ ചെയ്യേണ്ടത് അറിയില്ല, അതിന്റെ നിയമവശങ്ങൾ അറിയില്ല, എങ്ങോട്ട് പോകണം എന്ന് അറിയില്ല. മാനേജ്മെന്റിനെ അറിയിച്ചാൽ പറയാം ഞങ്ങൾ അറിയേണ്ടത് നീ തന്നെ കൈകാര്യം ചെയ്താൽ മതി എന്നുള്ളത്. എന്തെങ്കിലും പ്രശ്നം വന്നാലും ഈ കൗൺസിലറുടെ മേലെ എല്ലാം കൂടി അടിച്ചേൽപ്പിക്കുന്ന ഒരു പാറ്റേൺ ആയിട്ട് അവിടെ ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഒന്ന് മനസ്സിലാക്കണം, മെന്റൽ ഹെൽത്ത് ഈസ് എവരിബഡി ഈസ് റെസ്പോൺസിബിലിറ്റി. ആ സ്കൂൾ മാനേജ്മെന്റ് അടക്കമുള്ളത് നമ്മൾ നല്ലൊരു സൈക്കോ എഡ്യൂക്കേഷൻ, നല്ലൊരു ഇൻഫർമേഷൻ എന്നുള്ള ഈ തുടക്കത്തിൽ നിങ്ങൾ സ്കൂൾ കൗൺസിലർ ആണെങ്കിൽ, ഒരു കൗൺസിലറായിട്ട് ഇനി പോകാനുള്ള ആളുകൾക്കാണെങ്കിൽ നല്ലൊരു റെസ്പോൺസിബിലിറ്റി നമ്മൾ തുടക്കം തന്നെ ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലായി. ക്ലാസ്സുകൾ തന്നെ കൊടുക്കണം, കുട്ടികളെ ഉൾപ്പെടുത്തി ടീച്ചേഴ്സ് ആയിട്ട് കൊടുക്കണം, മാനേജ്മെന്റ് ആയിട്ട് കൊടുക്കണം. കാരണം നമുക്ക് തൽക്കാലം ഒരു ജോലി എന്നുള്ളത് മാത്രമായിരിക്കരുത് അവിടെ. കാരണം നമ്മൾ ജോലിയിലുള്ള എത്രത്തോളം അവിടെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കുന്ന അതിനനുസരിച്ച് നിങ്ങൾക്കുള്ള ആ ഒരു പ്രയോറിറ്റി അവിടെ കൂടും. അതല്ല, മാനേജ്മെന്റ് പറയുന്നത് കേട്ട് അതേപോലെ നിങ്ങൾ പഠിച്ചതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അവർ ഇന്നത് ചെയ്താൽ മതി, ഇന്നത് ഫോളോ ചെയ്താൽ പറയുന്നതനുസരിച്ചാൽ നമുക്ക് ചിലപ്പോൾ അവർ നമ്മൾ കറക്റ്റ് വേയിൽ കൂടെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ആ ജോലി നഷ്ടപ്പെട്ടിരിക്കാം. എങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ എന്താണ്, മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾ തേടിയെത്തും. കാരണം അവിടെയുള്ള കുറെ പാരന്റുകൾ നിങ്ങളെ നോട്ട് ചെയ്തിട്ടുണ്ടാകും, ഇയാളുള്ളത് കൊണ്ട് സ്കൂൾ കുറച്ചു കാലം നന്നായി പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോ ഇവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇൻക്രീസ് റോൾ ഓഫ് സ്കൂൾ കൗൺസിലർ. ഒന്നുകൂടി നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനപ്പുറം ഒരു ട്രഡീഷണൽ റോളിലേക്ക് നമ്മൾ മാറുക. ഒരു കൗൺസിലർ എന്നാൽ ഒരു ഓവറോൾ പദവി നമുക്ക് എല്ലാ ക്ലാസ് റൂമിൽ നമുക്ക് കയറി ഇറങ്ങാൻ കഴിഞ്ഞോളണമെന്നില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് സ്പെസിഫിക് ഒരു ഏരിയാസ് ഉണ്ടാവും. എവിടെയാണ് മെന്റൽ ഹെൽത്ത് നമ്മൾ കൊടുക്കേണ്ടത്, എവിടെയാണ് ഞാനൊരു കുട്ടികളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കേണ്ടത്, എവിടെയാണ് ഒരു ക്രൈസിസ് മാനേജ്മെന്റ് ഞാൻ നടത്തേണ്ടത്, എവിടെയാണ് ഒരു പ്രോഗ്രാം ഡെവലപ്പർ ആവേണ്ടത്, ശരിക്കും ഒരു കൺസൾട്ടന്റ് ടീച്ചിങ് എങ്ങനെയാണ് ടീച്ചേഴ്സ് ഇപ്പോൾ കൊടുക്കേണ്ടത്, അതേപോലെ ഫാമിലി സപ്പോർട്ട് എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് അറിയൽ നിർബന്ധമാണ്. അതേപോലെ നമുക്ക് ഇതിനെക്കുറിച്ച് ടെക്നോളജി ബേസ്ഡ് മെന്റൽ ഹെൽത്ത് സപ്പോർട്ട്, ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള എന്താണ് ശരിക്കും മെന്റൽ ഹെൽത്ത് ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്, ഓൺലൈൻ കൗൺസിലിംഗ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ടെലിതെറാപ്പി മൂലം എന്താവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ ഡിജിറ്റൽ അസസ്മെന്റ് എങ്ങനെയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മൾ പ്രശ്നം ഒന്ന് മനസ്സിലാക്കേണ്ടത്, പ്രശ്നം വരുന്ന സമയത്ത് മാത്രം ഉപദേശം അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതല്ല, ഇതിനെക്കുറിച്ചൊക്കെ. കാരണം ഒരു മോഡൽ ട്രാക്കിംഗ് സിസ്റ്റം നമുക്ക് എങ്ങനെയാണ്, ഒരു കുട്ടിക്ക് ഒരു ബിഹേവിയർ ഇഷ്യൂസ് നിങ്ങൾ കണ്ടെത്തി, പക്ഷെ ആ കുട്ടിക്ക് അതിൽ ഒരു ട്രാക്കിലേക്ക് കണ്ടത് ആ കുട്ടിയുടെ ഇമോഷൻസ് ഒന്ന് മാറ്റിയെടുക്കണം, അതിന് കുട്ടി കറക്റ്റ് ആയിട്ട് ഒരു ആക്ടിവിറ്റീസ് കൊടുക്കണം, അത് ഫോളോ അപ്പ് ചെയ്യാൻ പാരന്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം അതിന്റെ ഒരു ബെനിഫിറ്റോ അതിന്റെ ദോഷവശങ്ങളും ഗുണവശങ്ങളും ഒക്കെ നമ്മൾ എന്താണ് ആ പാരന്റിനെയും കുട്ടിയെയും പറഞ്ഞ് മനസ്സിലാക്കുന്ന ടെക്നോളജി. ചിലപ്പോൾ ഒരു ആപ്പിലൂടെ കൂടെ ആയിരിക്കും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാം, ഇന്ന ആപ്പ് ഉണ്ട്, കുട്ടിക്ക് ചിലപ്പോൾ ആ ഒരു പസിൽസ് കളിക്കുന്ന സമയത്ത് ഇമോഷൻ. അതേപോലെ തെർമോമീറ്റർ പോലെയുള്ള ടെക്നിക്കുകളുണ്ട്, ആ തെർമോമീറ്റർ കുട്ടിയെ വരച്ച് വെച്ചിട്ട് അതിന് ഇമോഷൻ റൈറ്റ് ചെയ്താൽ പറയാം, ദേഷ്യം വരുന്ന സമയത്ത് ആ കുട്ടിക്ക് ഒരു ആക്റ്റീവ്. അപ്പൊ അത് നമുക്ക് എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ടെക്നിക്കാണ്, മെന്റൽ തെറാപ്യൂട്ടിക് ടെക്നിക്കാണ്. അപ്പൊ അതിലൂടെ ചിലപ്പോൾ അതേപോലെ പെട്ടെന്ന് തന്നെ കുട്ടിക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് പാരന്റ് ഓൺലൈൻ കൗൺസിലിംഗ് വേണം, സ്കൂളിലേക്ക് വരാൻ സമയമില്ല ഞങ്ങൾക്ക്, അപ്പൊ അവർ പറയും രാത്രി കൂടി ഇരുന്നോട്, ഞാൻ ഇന്ന സമയത്ത് ഒരു അവൈലബിൾ ആയിരിക്കും. അതേപോലെ ഡിജിറ്റൽ അസസ്മെന്റുകൾ, അപ്പൊ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സിൽ ഒരുപാട് ചെയ്യാൻ പറ്റാത്ത ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അത് ഡിജിറ്റൽ ആയിട്ട് എന്താ കുട്ടിക്ക് നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ, പല രീതിയിലുള്ള പഠനം, ചിലപ്പോൾ എല്ലാവരും ഒരേപോലെ പഠിക്കുന്ന കുട്ടികളായിരിക്കില്ല, എല്ലാം ഒരേപോലെ സ്വഭാവമുള്ള കുട്ടികളായിരിക്കില്ല. അപ്പോൾ ഇതെന്താണ്, നമ്മൾ എത്രത്തോളം അവിടെ ആക്സസിബിലിറ്റി ഉണ്ടാക്കുന്നു, കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടാക്കുന്നു, അതേപോലെ ഏർലി ഡിറ്റക്ഷൻ പോലെ നമ്മൾ കൺട്രോളിംഗ് ആകുന്നു, ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ ആ സ്കൂൾ കൗൺസിലിംഗ് മേഖലയിൽ നമുക്കെന്നും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ഓരോ ദിവസങ്ങൾ കഴിയും തോറും. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ AI കാലമാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കാരണം അത് എത്രത്തോളം ഒരു മെന്റൽ ഹെൽത്ത് മേഖലയ്ക്ക് ഇവരെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുട്ടികൾ തന്നെ നമ്മുടെ അടുത്ത് വരുന്ന കേസുകൾ, കാരണം ഇവർ ഓൾറെഡി ഇന്ന പ്രയാസമാണ്, പ്രത്യേകിച്ചും മൂഡ് ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ട് അവർ തന്നെ AI അടിച്ചു നോക്കുകയാണ്, ഇന്ന പ്രശ്നം വന്നാൽ ഞാൻ ഇന്നത് ചെയ്യാം. കാരണം AI കറക്റ്റ് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നത് ചെയ്തോളൂ എന്നുള്ളത്. അപ്പോൾ
ഇത് AI ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ അവർ ചെയ്തൊരു റിസൾട്ട് ഉണ്ടാവില്ല. ആ റിസൾട്ട് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എടുത്ത് വരുന്നത്. അപ്പൊ നമ്മൾ എടുത്ത് വരുന്ന ആ സമയത്ത് ഇതേ ടൂൾ തന്നെയാണ് നമുക്ക് അവിടെ കൊടുക്കാനുള്ളതെങ്കിൽ അവർ പറയാണ് ഞാനിത് AI അടിച്ചു നോക്കിയിട്ടുണ്ട്, ChatGPT നോക്കിയിട്ട് ഇതേപോലെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അവിടെ നമ്മളുടെ ഒരു ഐഡന്റിറ്റി റിസ്ക് പാറ്റേൺ അവരെങ്ങനെ ചെയ്തു, അത് എത്ര ഡീപ്പായിട്ട് അവർ മനസ്സിലാക്കി എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഈ ChatGPT ഗൂഗിൾ സെർച്ചിലോ കാണുന്ന സമയത്ത് അവർ പെട്ടെന്ന് അത് ചെയ്യും. എന്തെങ്കിലും ആക്ടിവിറ്റിയോ ബ്രീത്തിങ് എക്സസൈസുകളോ അല്ലെങ്കിൽ എക്സ്പോഷറുകളോ അതൊക്കെ അവർ ചെയ്യുന്നതാണ്. പക്ഷെങ്കിൽ ആ ഒരു സ്ക്രീനിങ്ങും അതേപോലെ അവർ പറഞ്ഞിട്ടുള്ള മനസ്സിലാക്കിയിട്ട് ഐഡന്റിഫൈയും കൂടി ഒരു ഇമോഷണൽ ഡിഫിക്കൽറ്റി വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഇമോഷണൽ ഡിഫിക്കൽട്ടീസിനെ നമ്മൾ അതാണ് നമുക്കൊരു കൗൺസിലർ എന്നുള്ള ക്വാളിറ്റി അവിടെ വരേണ്ടത്. കാരണം ഏത് രീതിയിലാണ് ആ ഒരു സംഭവത്തെ കുറിച്ച് ആൾ മനസ്സിലാക്കിയിട്ട് ആ ടെക്നിക്ക് എങ്ങനെയാണ് അവിടെ യൂസ് ചെയ്ത് അത് വ്യത്യസ്തമായ രീതിയിലുണ്ടാകും. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഇവരുടെ ഒരു സൈക്കോ എഡ്യൂക്കേഷൻ പോലെ നമ്മൾ ആ തെറാപ്പി സെഷനിൽ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതേപോലെ ചിലപ്പോൾ ആ സെഷൻ തെറാപ്പി മീൻസ് അതേപോലെ സ്കൂളിലായിരിക്കും ചിലപ്പോൾ ആ കുട്ടിയെ നിരന്തരമായിട്ടൊരു മോണിറ്റർ അറ്റൻഡൻസ് പോലെ ചേഞ്ചസ് വരുത്തേണ്ടി വരും. ഒരു ബിഹേവിയർ പ്രത്യേകമായിട്ട് ആ കുട്ടിക്ക് ഒരു ബിഹേവിയർ പെരുമാറ്റം നമുക്ക് പ്രത്യേക കൺസേൺ അവർ കുട്ടി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ വരുന്ന സമയത്ത് സ്ഥിരമായിട്ട് കുട്ടി എന്താണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന കുട്ടികൾക്ക് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഒരു കുട്ടീനെ മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതല്ല. അപ്പോൾ മറ്റുള്ള എല്ലാവരെയും ഒരേപോലെ ശ്രദ്ധിക്കാൻ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷെ ഓവറോൾ എന്താണ്, പിന്നെ നമുക്ക് ആ കുട്ടിയുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുന്നതല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുട്ടി സ്ഥിരമായിട്ട് ആബ്സെന്റ് ആവുന്നു, അല്ലെങ്കിൽ ഗ്രേഡ് കുറയാണ്, അല്ലെങ്കിൽ സോഷ്യൽ വിഡ്രോവൽ കുറയാണ്. അപ്പോൾ ഇത് നേരെ പാരന്റ് അടിച്ചു വെക്കാണ്. പിന്നെ അപ്പൊ ഈ പാരന്റ് അടിച്ചു വെക്കുന്ന സമയത്ത് കുട്ടിക്ക് ഇമോഷണൽ സപ്പോർട്ട് വേണമെന്നാണ് ഈ AI പറയുന്നത്. അപ്പോ അവിടെ എന്താ ചെയ്യും, ഈ AI സപ്പോർട്ട് വേണമെന്ന സമയത്ത് എന്താണ് കുട്ടിയുമായിട്ട് പാരന്റ് എന്താ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും. എപ്പോഴും സങ്കടം വന്നാൽ എപ്പോഴും കൂട്ടുണ്ടാവും. അപ്പൊ ആവശ്യത്തിന് ഈ ഒരു പാരന്റ് എമ്പതി സിമ്പതി ഒക്കെ വാരി കൊടുക്കും. കുട്ടീനെ കുറച്ചുകൂടി അങ്ങോട്ട് ഒരു ലിമിറ്റേഷൻ ഇല്ലാതെ വാരി കോരി കൊടുക്കും. പിന്നെ ഒരു സമയം ആകുമ്പോൾ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോഴായിരിക്കും നമ്മളടുത്ത് നേരത്തെ പറഞ്ഞ സംഭവം നമ്മളെടുത്ത് വരുന്നു. അപ്പൊ ഇതിലൊക്കെ കാരണം ഇന്നത്തെ കാലത്ത് 21 സെഞ്ചുറിയിലാണ് നമ്മൾ നിന്നിട്ട് ഒരുപാട് കാലങ്ങൾ മാറി. എല്ലാ അവയർനെസ് നമ്മൾ പഠിച്ചതൊക്കെ നമ്മളെ ചുറ്റുപാടുള്ള കുട്ടികൾക്കും എല്ലാവർക്കും അറിയാന്നുള്ള ഒരു ബോധം നമുക്ക് എപ്പോഴും വേണം. പക്ഷെ അതെങ്ങനെ ഉപയോഗിക്കണം, ഏത് രീതിയിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം, ആ ക്വാളിറ്റി നമുക്കാണ് ഉണ്ടാവും. അത് ചിലപ്പോൾ അവർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഏകദേശം നമുക്ക് സ്കൂൾ മേഖലയിൽ നമുക്ക് എത്തേണ്ടത്. പിന്നെ അതേപോലെ നമുക്ക് ഒരു വേണമെങ്കിൽ ഒരു ഡാറ്റ ഡ്രൈവൺ മെന്റൽ ഹെൽത്ത് സർവീസ് ഒക്കെ വേണം നമുക്ക് ചെയ്യാം. കാരണം നമുക്ക് ഒരു ഫ്യൂച്ചറിൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡാറ്റകൾ കറക്റ്റ് ആയിട്ട് എടുക്കുക. നമ്മൾ കറക്റ്റ് സ്കൂളിൽ പോകുന്ന ആ ഒരു അറ്റൻഡൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ ബിഹേവിയർ ഇൻസിഡൻസുകൾ എന്തെങ്കിലും നമ്മളെ കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്ത് വെക്കുക. കാരണം അതേ കുട്ടി വീണ്ടും അതേ സ്വഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്പെസിഫിക് പിന്നെ കുട്ടിക്ക് നല്ലൊരു റെഫറൻസ് കൊടുക്കാം. അതേപോലെ ആ ഓരോ കുട്ടികളുടെ അക്കാദമിക്കൽ പെർഫോമൻസുകൾ, കാരണം സമയത്തിനനുസരിച്ച് ഓരോ ടീച്ചേഴ്സിന്റെയും ആ മാനേജ്മെന്റിന്റെ ഹെൽപ്പോട് കൂടിയൊക്കെ നമുക്ക് എന്താണ് ആ ഒരു പെർഫോമൻസ് ലെവലൊക്കെ ഒന്ന് മനസ്സിലാക്കി. അതേപോലെ ഇമോഷണൽ വെൽബീയിങ് ഏതൊക്കെ സർവേകൾ നടത്താം. ചിലപ്പോൾ നിങ്ങളുടെ സർക്കിളിലുള്ള കുറെ ആളുകൾ ഉണ്ടാവും, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും, ചിലപ്പോൾ റെമഡിയേറ്റേഴ്സ് ഉണ്ടാവും, കൗൺസിലർ, ഇവരൊക്കെ എല്ലാം ടീം മാനേജിന് സമ്മതത്തോടു കൂടി സ്കൂളുകളിൽ LD അസസ്മെന്റുകൾ നടത്താം. ഈ ഒരു ക്ലാസ്സുകൾ അവരെ ഒരു ടീമായിട്ട് നടത്താം. ഒറ്റയ്ക്ക് നിങ്ങൾക്ക് എന്തായാലും സംഭവം നടക്കില്ല. ഇത് സപ്പോർട്ട് എന്തായാലും വേണം. ഇപ്പൊ ഞാനായാലും അങ്ങനെ ഒരു ടീമായിട്ടാണ് നമ്മൾ പോവുക. അപ്പൊ ഇതേപോലെ എന്താണ് അവർക്ക് കാരണം ഇതിലൊക്കെ ഒരു സ്കൂൾ കൗൺസിൽ ചിലപ്പോൾ നമുക്ക് തന്നെ ഇപ്പൊ അടുത്ത് ഞങ്ങൾ ഏതെങ്കിലും സ്കൂൾ തൃശ്ശൂർ ഭാഗത്ത് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് റെമഡിയേഷൻ പിന്നീട് വരുന്നത്. കാരണം അക്ഷരങ്ങൾ തിരിച്ചറിയാത്ത ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത 10ാം ക്ലാസ്സിൽ ഇപ്പൊ ഒരു കുട്ടി പാസ്സായിട്ട് പോലും സ്വന്തം പേര് തിരിച്ച് അങ്ങോട്ടും തിരിച്ചിട്ട് വായിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ, പല കാര്യങ്ങളും നമുക്ക് ഒരൊറ്റ സെഷനോടും അവിടെ കിട്ടും. അപ്പൊ എന്താണ് കുട്ടിക്ക് ഒരുപാട് നമ്മൾ വിചാരിച്ച പ്രശ്നങ്ങളല്ല ഈ കുട്ടികൾക്കിടയിലുള്ളത്. അപ്പൊ അതിലൂടെ എന്താണ് നമ്മൾ അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നത് ഏർലി ഇന്റർവെൻഷൻ തന്നെയാണ്. ഒരു ബെറ്റർ പ്ലാനിങ്, അതേപോലെ അതിന്റെ ഒരു റിസോഴ്സ് അലോക്കേഷൻ, എങ്ങനെയൊക്കെ ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ കുട്ടിക്ക് നമുക്ക് നമ്മളെക്കാൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ, അത് ആ ഒരു സ്കൂൾ കൗൺസിലിംഗ് അല്ലെങ്കിൽ സ്റ്റുഡന്റ് കൗൺസിലിംഗ് എന്നുള്ള ഒരു പാറ്റേണിലേക്ക് നമുക്ക് അവിടെ എത്തിക്കരുത്. പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു യൂണിവേഴ്സൽ സപ്പോർട്ടൊക്കെ വേണം. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു വിദേശത്തൊക്കെ, കേരളത്തിൽ ഇന്ത്യ വിട്ടു പോയി കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ സപ്പോർട്ട് അവർക്ക് എപ്പോഴും ഉണ്ടാകും. അവിടെയാണ് ശരിക്കും ഈ ഒരു സെല്ലൊക്കെ ശരിക്കും വർക്ക് ചെയ്യുന്നത്. കാരണം ഇത്ര ഒരു UAE ചില സ്കൂളുകളിൽ ഇത്ര ക്ലാസ്സിന് ഇത്ര ഒരു പിന്നെ ഷാഡോ ടീച്ചർ, ഇത്ര ഒരു റെമഡിയേഷൻ ടീച്ചർ, ഇത്ര ഒരു കുട്ടികൾക്ക് ABA തെറാപ്പിസ്റ്റുകൾ, ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊക്കെ എന്താ ഒരു യൂണിവേഴ്സൽ സപ്പോർട്ട്. കാരണം ഒരു ടീം തന്നെ എന്താണ് അവിടെ വർക്ക് ചെയ്യാണ്.
ചിലപ്പോൾ അതിന്റെ കൂടെ ചിലർ ടീച്ചർ സബ്ജക്റ്റുകൾ അക്കാദമിക് ലെവൽ എടുക്കുന്നവരായിട്ടും അതിന്റെ കൂടെ തന്നെ സ്റ്റുഡൻസ് കൗൺസിലർ എന്ന പോസ്റ്റും കൂടി അവർക്ക് ഉണ്ടാവും. അപ്പൊ ആ ഒരു യൂണിവേഴ്സൽ സപ്പോർട്ട് കൂടി നമുക്ക്, കാരണം ഇതൊക്കെ നമുക്ക് ക്വാളിറ്റി ആക്കി എടുക്കാൻ പറ്റും. ഒരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ ടീച്ചർ ആണെങ്കിൽ ഒരു സ്റ്റുഡൻസ് കൗൺസിലിംഗ് അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു LD എങ്കിലും കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ കൂടെ നമ്മൾ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം അറ്റ്ലീസ്റ്റ് അത് റെഫർ ചെയ്യാനെങ്കിലും നമുക്ക് അതിന്റെ കൂടെ പറ്റും. അറ്റ്ലീസ്റ്റ് നമുക്ക് എപ്പോഴെങ്കിലും ഒരു സെൽഫ് പ്രോഗ്രാമുകളെങ്കിലും അവിടെ നമുക്ക് സ്കൂളുകളിൽ കൊടുക്കാൻ പറ്റും. അതായത് നമുക്കൊരു ടാർഗറ്റഡ് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ മൈൻഡ് അങ്ങോട്ട് സെറ്റ് ആക്കുക. അതായത് റിസ്ക് ഉള്ള കുട്ടികളെ മനസ്സിലാക്കിയിട്ട് അവരെ അന്യ കുട്ടികളെ നമുക്ക് ശരിയാക്കി എടുക്കാം. നമുക്ക് ഒരുപാട് ഇപ്പോഴത്തെ കാലത്ത് ശരിയാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എങ്കിൽ പോലും നമ്മളാക്കാൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് സാറേ, യെസ് പറയാം. ഇപ്പൊ ഈ റെമഡിയൽ ട്രെയിനേഴ്സ് ഉണ്ടല്ലോ, ഉം. ഇവർക്ക് സ്കൂൾ കൗൺസിലിംഗിൽ പങ്കെടുക്കാൻ പറ്റുമോ? അത് ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. അതിന് അവയർനെസ്സുകൾ ഉണ്ടാക്കാൻ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷെ സ്കൂളിലല്ലാതെ മാനേജ്മെന്റ് അറിയിച്ച് ആ കൗൺസിലിംഗിന് ഇത്ര ഒരു എലിജിബിലിറ്റി വെച്ചിട്ടുണ്ടാ പഠിക്കൽ നമുക്ക് എന്ത് നോളജ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ടീച്ചേഴ്സ് എന്നതിൽ. കാരണം നിങ്ങളൊരു സ്കൂൾ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഇത് അവയർനെസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി എന്തുകൊണ്ടാണ് ആ ബിഹേവിയർ അറ്റ്ലീസ്റ്റ് അത് മനസ്സിലാക്കാനും കഴിയും. ആ കുട്ടിക്ക് ഇന്റർവെൻഷൻ നിങ്ങളെ കാലം കൊടുക്കാൻ പറ്റും. കാരണം ഒരു കുട്ടി എപ്പോഴും ദേഷ്യം കാണിക്കാം, അല്ലെങ്കിൽ കുട്ടി നിരന്തരമായി ക്ലാസ് റൂമിൽ ആബ്സെന്റ് ആവാം, അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യുന്നില്ല. കുട്ടി വീട്ടിൽ പോയിട്ട് എന്താണ് പരിപാടി, പാരന്റ് നമുക്ക് അന്വേഷിക്കും കുട്ടി എന്താണ് വർക്ക് ചെയ്യുക, വേറെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവും വീട്ടിൽ. ചിലപ്പോൾ വീട്ടിൽ നിരന്തരമായിട്ട് അടിയായിരിക്കും, അച്ഛനും അമ്മയും അടിയായിരിക്കും, അല്ലെങ്കിൽ അയാൾ കണ്ടുപിടിച്ച് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, അല്ല കുട്ടിക്ക് അമ്മ ഉണ്ടാവില്ല, ചിലപ്പോൾ ഡൈവേഴ്സ്ഡ് ആയിരിക്കും. ഇതൊന്നും നമുക്ക് അറിയാത്തൊരു കാര്യങ്ങളാണ്. അപ്പോൾ എന്തെങ്കിലും കുട്ടികൾ കാണിക്കുന്ന ഈ ഒരു ബിഹേവിയർ എന്താണ് നമുക്ക് മനസ്സിലാക്കി അതിന്റെ ബിഹൈൻഡ് ആയി കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എത്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ആ കുട്ടി കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽപ്പിംഗ് കൊടുക്കുന്ന അല്ലെങ്കിൽ ആളുകളിലേക്ക് നമുക്ക് ആ കുട്ടി എത്തിക്കാം. അതാണ് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കാട്രിക് റെഫറലുകൾ, ക്രൈസിസ് ഇന്റർവെൻഷൻസുകൾ, ഇതൊക്കെ നമ്മൾ അതിൽ പെട്ടതാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളതല്ല, അതിലേക്ക് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. താങ്ക് യു. പിന്നെ അതേപോലെ നമുക്ക് ഒരു ട്രോമ ഇൻഫോർമഡ് സ്കൂൾസുകൾ ഉണ്ട്. നിരന്തരമായിട്ട് അബ്യൂസുകൾ, നെഗ്ലക്റ്റുകൾ, ഡൊമസ്റ്റിക് വയലൻസുകൾ നടക്കുന്ന സ്കൂളുകളാണ് അന്നത്തെ കാലത്തുള്ളത്. കാരണം പാരന്റ് പറയുന്നത് ഇതൊക്കെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക. കാരണം മാനേജ്മെന്റ് കൺട്രോൾ ചെയ്യുന്നില്ല, പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് പ്രശ്നമില്ല, അവിടെയുള്ള സ്കൂൾ കൗൺസിലർമാർക്ക് പ്രശ്നമില്ല. പ്രശ്നം അനുഭവിക്കുന്നതാണ് ആരാണ് ശരിക്കും ആ പാരന്റും ആ കുട്ടികളും മാത്രം. നല്ല പഠിക്കുന്ന ഇപ്പൊ അടുത്ത കാലത്ത് ഒരു കുട്ടിയുടെ കേസ് വന്ന് ഞാൻ വേണം ചുരുക്കി പറയാം. ആള് ഒരു 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഹൈസ്കൂളിലേക്ക് വേറെ സ്കൂളിലേക്ക് മാറി. നോർമലി അങ്ങനെ തന്നെ എല്ലാം ഹൈസ്കൂളില്ലാത്ത കുട്ടി ക്ലാസ് നാടുകളുണ്ടാവും. വേറെ സ്കൂളിൽ 7ാം ക്ലാസ് വരെ നല്ല പഠിച്ചിരുന്ന കുട്ടികളാണ് ആ കുട്ടിയായിരുന്നു. പിന്നെ 8ാം ക്ലാസ്സിലേക്ക് മാറിയ സമയത്ത് ആൾക്ക് ആ ക്ലാസ് റൂമിൽ എല്ലാ കുട്ടികളും കുട്ടി പറയുന്ന അലമ്പ് കുട്ടികളാണ്, അലമ്പ് കുട്ടികൾ എന്ന് പറയും. അവർക്കൊന്നും പഠിക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ അതേപോലെ ഇയാൾക്ക് പഠനത്തിന് മോശമൊന്നും വന്നിട്ടില്ല, പക്ഷെങ്കിൽ ആ എൻവിറോൺമെന്റ് ഇയാൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അതേപോലെ ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ എന്താണ് പറയുന്നത് ടീച്ചേഴ്സിന് നോർമൽ ആണ് ആ കുട്ടി പറയുന്നത്. ഒരു ക്ലാസ് എടുക്കണം, ഇന്നൊരു ടോപ്പിക് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവസാനത്തെ പേജ് അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു പോവുക. സ്കൂളിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നാടും പറയുന്നില്ല. അപ്പോ ഇവിടെ ഈ ഒരു വിഷയം കുട്ടിക്ക് നല്ല പഠിക്കുന്ന കുട്ടിക്ക് എന്താണ് അവിടെ ഒറ്റ പ്രശ്നം എന്താണ്, എൻവിറോൺമെന്റ് ആണ്. കുട്ടി പറയും ഞാൻ ആ ക്ലാസ്സിലേക്കില്ല, പിന്നെ ക്ലാസ് മാറ്റിയും വേണ്ട, പിന്നെ സ്കൂൾ മാത്രം മാറ്റി തന്നാലും. പിന്നെ ആ കുട്ടീനെ 8ാം ക്ലാസ് വരെ എങ്ങനെയെങ്കിലും അവർ ഒപ്പിച്ചു. കാരണം 7ാം ക്ലാസ്സിലൊക്കെ IQ ലെവൽ ഉണ്ടായിരുന്ന കുട്ടി എന്താണ് പിന്നെ IQ ലെവൽ ലാസ്റ്റ് ചെക്ക് ചെയ്യുന്നത് 30% IQ ലെവൽ, അത്രയും ലോ ആയി. പിന്നെ സ്കൂൾ മാറ്റി എന്നാൽ ട്യൂഷൻ തുടങ്ങിയ സമയത്ത് ആളെന്ത് ചെയ്യും, 9ാം ക്ലാസ്സിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പൊ ഈ ക്ലാസ്സിൽ എത്തിയ സമയത്ത് തന്നെ ആള് ഇപ്പൊ 1-2 ദിവസം ആയിട്ടുള്ളൂ. അതിന്റെ ആ ഒരു സ്കൂൾ മാറ്റിയ ആൾക്കാർ ഹാപ്പിയും പിന്നെ പറ്റിയൊരു ടീമിനെയും മുമ്പത്തെ ഫ്രണ്ട് സർക്കിളെ വിട്ടുപോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ആൾക്കില്ല. സ്കൂൾ മാറ്റിയപ്പോ എന്തായിരുന്നു ആൾക്ക് ആ എൻവിറോൺമെന്റ് ഇപ്പോഴത്തെ പുതിയ ഇനി എന്ത് സബ്ജക്റ്റ് ആണ് ഞാൻ പഠിക്കാൻ വില്ലിങ് ആണ്, എനിക്കിപ്പോ പ്രശ്നമൊന്നുമില്ല, ആ കോൺഫിഡൻസോട് കുട്ടിയാണ് നമ്മളെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ്, അവിടെ എന്തെങ്കിലും ഡൊമസ്റ്റിക് വയലൻസുകൾ നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പലതരത്തിലെ ബുള്ളിങ്ങൾ ക്ലാസ് റൂമിൽ നടക്കുന്നുണ്ടാവും. ഇതേപോലെ മാനേജ്മെന്റ് സപ്പോർട്ട് കുട്ടികൾക്ക് ഉണ്ടാവില്ല. ടീച്ചേഴ്സ് തോന്നിയ പോലെ ക്ലാസ് എടുക്കുന്നു. അതേപോലെ കുട്ടീന്റെ സ്കൂൾ മാറ്റിയോ? സ്കൂൾ മാറ്റി. കുട്ടി സ്കൂൾ മാറ്റിയ സമയത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. സ്കൂൾ മാറ്റി 2 മാസങ്ങൾ തന്നെ 9ാം ക്ലാസ് ട്യൂഷനും തുടങ്ങി. ട്യൂഷന് പറയാണ് അത്യാവശ്യം ഇത്രയും ബ്രില്യൻ്റ് ആയ കുട്ടിയാണ്. ട്യൂഷന്റെ ആ ഒരു ടീച്ചർ പറയാണ് ഇവക്കൊരു പ്രശ്നമൊന്നുമില്ല, സ്കൂളിന്റെ പ്രശ്നങ്ങൾ തന്നെയാണ് സാറ് പറഞ്ഞതുപോലെ കുട്ടി പറഞ്ഞതുപോലെ. സ്കൂൾ മാറ്റിയ പ്രശ്നങ്ങളുമില്ല. പുതിയൊരു സ്കൂൾ അഡ്മിഷൻ എടുത്തെന്ന് കണ്ടപ്പോൾ തന്നെ ആളെ സ്വഭാവം ഒന്ന് മാറി, ആ വാശിയും കാര്യങ്ങളൊക്കെ മാറ്റി.
കാരണം എങ്ങനെയെങ്കിലും ആ സ്കൂളിൽ നിന്ന് രക്ഷപ്പെടണം. ഒരു പഠിക്കുന്ന അത്യാവശ്യം ഒരു ക്ലാസ് റൂമിൽ എന്നെ പരിഗണിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ കൂടെ എനിക്ക് ഇരിക്കണം എന്നുള്ള ഒരൊറ്റ കാര്യം ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് മാറി. അപ്പോൾ ഇതേപോലെ എന്താണ് ഒരു ട്രോമ ഇൻഫോംഡ് ആയിട്ടുള്ള സ്കൂളുകൾ നമ്മുടെ ക്ലാസ് നമ്മൾ അപ്പൊ അവിടെയൊക്കെ നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു റിസ്ക് കൂടുതലാണ്. സ്കൂൾ ശരിക്കും ന്യൂ കൗൺസിലർ കമേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മളൊരു സ്പെഷ്യൽ കൗൺസിലിംഗ് കൊടുക്കേണ്ടതാണ് അല്ലേ? അതെ അതെ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പാരന്റ് എന്ന നിലയിൽ നമ്മൾ ആ കുട്ടികളോട് കുറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നല്ല. അറ്റ്ലീസ്റ്റ് നമ്മളെ വീട്ടിനടുത്തൊക്കെ ഒരേ സ്റ്റാൻഡിൽ 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരെയും ഒരുമിച്ചൊക്കെ ഇരുത്തിയിട്ട് ഒരു 5 6 ആണെങ്കിൽ പോലും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇങ്ങനത്തെ ഒരു പുതിയ സ്കൂളാണ്, ഇങ്ങനത്തെ മാറ്റങ്ങൾ ഉണ്ടാവും, ഇങ്ങനത്തെ കുട്ടികൾ ഉണ്ടാവും. ഓക്കെ. ആ, ഹലോ. ആ ആ പറയാം. ആ. ഇപ്പൊ കുട്ടികൾക്ക് ഇപ്പൊ ഒന്ന് രണ്ട് കുട്ടികളോടൊക്കെ നേരെ സ്കൂൾ കുട്ടികളോടായാലും നമ്മൾ ചോദിക്കും അവർക്ക് എന്താണ് പ്രോബ്ലംസ് എന്നൊക്കെ ചോദിക്കുമ്പോ ആ അവർക്ക് സ്കൂളിലെ പഠിക്കാനുള്ള സബ്ജക്റ്റുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ള ഒരു വർക്കിംഗ് ടൈം കൂടുതലുണ്ട് എന്നുള്ള ഒരു ഇതുണ്ട് അവർക്ക് അവരുടേതായ സ്ട്രെസ്. ആ. കൂടുതൽ സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്, കൂടുതലും പഠിക്കാനുണ്ട് എന്നുള്ള. അപ്പൊ ഈ മാസത്തിൽ ഒരു കൗൺസിലിംഗ് ഒരു സ്കൂളുകളിൽ കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കൂലേ? അവരെ അവരെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. കൗൺസിലിംഗ് കൊണ്ടുപോയിട്ട് അവരേക്ക് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതിന് പകരം അവരെ ഷെഡ്യൂൾ മൊത്തം ഒന്ന് മാറ്റി ആ പഠനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സബ്ജക്റ്റുകൾ ഈസി ആയിട്ട് കൊടുക്കുക. അതേപോലെ ഡിഫിക്കൽട്ടി ആയിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് അവർക്ക് കുറഞ്ഞ സമയം കുറച്ച് കൊടുക്കുക. എന്നിട്ട് അത് കുറഞ്ഞ സമയത്തിൽ ആ ഡിഫിക്കൽട്ടി ആയിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിക്കട്ടെ, ഈസി ആയിട്ട് സ്കോർ അവർ നേടട്ടെ. ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക. കാരണം കുട്ടിക്ക് വേറെ എന്തെങ്കിലും പിന്നെ ബിഹേവിയർ ഇഷ്യൂസോ അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം കൗൺസിലിംഗ് ഉണ്ടായി. ഒരു സബ്ജക്ട് ബേസ്ഡ് ആയിട്ട് കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കാം. പക്ഷെങ്കിൽ എന്താണ്, ഇത് കേൾക്കും ചാടിക്കറി കൊണ്ടുപോകുന്നതാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടീച്ചർ എന്ന നിലയും സ്കൂൾ കൗൺസിലർ എന്ന നിലയും നമുക്ക് മാക്സിമം ചെയ്തു കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കുട്ടികൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ, ലെസൺ പ്ലാനുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇന്ന ദിവസം ഇന്ന സബ്ജക്ട് പഠിക്കുക, അല്ലെങ്കിൽ ഇന്നത്ര സമയം ഒരു സബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യുക. അപ്പൊ ആളെന്ത് ചെയ്യും, ഓരോ നമ്മൾ ഷെഡ്യൂൾ എടുക്കുന്നതിന് സംബന്ധിച്ച് ചിലപ്പോൾ ഒരു 12 വിഷയം 10ാം ക്ലാസ്സിൽ 10 വിഷയമുള്ള കുട്ടിക്കാണെങ്കിൽ ചിലപ്പോൾ ദിവസം ഒരു എന്തായാലും 6 5 സബ്ജക്ട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടാവും. അതെല്ലാം കുട്ടിക്ക് ചിലപ്പോൾ ഹോംവർക്ക് ചെയ്യാനോ പഠിക്കാനോ പറ്റില്ല. അപ്പോൾ കുട്ടിയോട് പറയാം, ഇതിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏറ്റവും ഈസി ആയിട്ട് ഒന്ന് സെലക്ട് ചെയ്യാൻ പറയും. ഒരു 3 വിഷയം എടുത്തിട്ടുണ്ടെങ്കിൽ അത് 2 കുട്ടികളോട് ഒന്ന് നോട്ട് ചെയ്യുക. പിറ്റേ ദിവസം ഇന്നലെ മിസ്സായത് എന്ത് ചെയ്യാം, നാളത്തേക്കൊക്കെ ഇങ്ങനെ അവിടെ എന്താണ് പിന്നെ ലോ ബിലോ അല്ല പിന്നെ ലോ ആൻഡ് ഹൈ എന്നുള്ള ആ ഒരു രീതിയിലൊക്കെ ആക്ടിവിറ്റീസും ഷെഡ്യൂളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുട്ടികളുടെ പ്രശ്നങ്ങൾ കുറച്ചൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ അതേ സ്കൂൾ ചില പ്രശ്നം അതേപോലെ സ്കൂൾ ഒറ്റ മിനിറ്റ് കൂടി. ഈ ഓക്കെ. ചില കുട്ടികൾക്ക് എന്ത് ചെയ്യും, തുടക്കത്തിൽ അതായത് ഇപ്പത്തെ നമ്മൾ സ്കൂൾ തുറന്നതാണ്. അപ്പൊ ഏത് പാഠഭാഗത്തിൽ ഫസ്റ്റ് ഭാഗം ചിലപ്പോൾ അത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള ഒന്നും ശരിയാവില്ല. അപ്പോ നമ്മൾ കുട്ടിക്ക് ഏത് പാഠഭാഗമാണ് മനസ്സിലാക്കാത്തത്, ഫസ്റ്റ് പേജ് ആണോ അല്ലെങ്കിൽ സെക്കൻഡ് പേജ് ആണോ ഫസ്റ്റ് പാരഗ്രാഫ് ആണോ, അത് ശരിക്കും അതുകൂടി നമ്മൾ ക്ലാരിഫിക്കേഷൻ കൊടുക്കും. നമ്മളൊരു LD അസസ്മെന്റിനെ കൊണ്ടുപോകുന്നതിന് മുമ്പ് കുട്ടിയുടെ പാരന്റ് എന്ന നിലയിൽ ഇവൻ ഏത് ഭാഗമാണ് മനസ്സിലാക്കാത്തത്. ഇപ്പൊ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി പോലെയുള്ള സയൻസിലെ വിഷയങ്ങൾ വരുന്ന സമയത്ത് ചിലപ്പോൾ ആ തുടക്കത്തിൽ ആ ഒരു ടച്ച് കിട്ടിയാൽ മാത്രമേ അത് ബാക്കി ഇങ്ങനെ അങ്ങോട്ട് പോകും. പക്ഷെ തുടക്കത്തിൽ പാളിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി എന്ത് ട്യൂഷൻ കൊടുത്തും കുട്ടിക്ക് കിട്ടിക്കോളണമെന്നില്ല. അപ്പൊ അതുകൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കുക. കുട്ടിക്ക് എവിടെ തുടക്കത്തിൽ പാളി പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ തുടക്കത്തിൽ ക്ലിയർ ആയിട്ട് സെന്ററിൽ എവിടെയാണ് മിസ്സിംഗ് ആയി പോയിട്ടുള്ളത്, അതൊന്നും ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എന്താണ് ഇങ്ങനത്തെ ഈ സബ്ജക്റ്റ് കൂടുന്നു, അത് ടെൻഷൻ വരുന്നുള്ള കുട്ടികൾക്ക് ഇതുകൂടി നമുക്കൊന്ന് പിന്നെ ഒന്ന് പ്രയോറിറ്റി കൊടുക്കാം. ഓക്കെ, ഇനി പറഞ്ഞോളൂ. കഴിഞ്ഞാലേ പല കുട്ടികൾക്കും പല ടെൻഷനുകളായിരിക്കുമല്ലോ. ചിലർക്ക് പഠന കാര്യത്തിലുള്ള ടെൻഷനായിരിക്കും, ചിലപ്പോൾ വീട്ടിന്റെ പ്രശ്നങ്ങളായിരിക്കാം. അപ്പൊ നമ്മൾക്കത് മനസ്സിലാക്കാൻ ക്ലാസ്സില് ആഴ്ചയില് അല്ലെങ്കിൽ മാസത്തില് ഒരു 1 hour ഒരു കൗൺസിലിംഗ് പോലെ അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് നമ്മളോട് പറയാന്നുള്ള ഒരു കോൺവെർസേഷൻ വെച്ചാൽ നല്ലതായിരിക്കില്ല. അപ്പൊ അവർക്കും ഓരോ കാര്യങ്ങൾ നമ്മളോട് പറയാനും അവരുടെ പ്രശ്നങ്ങൾ കൂടുതൽ കണ്ടെത്താനും നമുക്ക് എളുപ്പമായിരിക്കൂലേ? പഠന അതെ. വൈകല്യം അത് അല്ലെങ്കിൽ നല്ല, അത് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഒരേ ക്ലാസ്സിലുള്ള കുട്ടികളെ ഒരുമിച്ച് ഇരുത്തരുത്. അതായത് ഒരു ഡിവിഷൻ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ക്ലാസ് റൂമിലാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ പറയാൻ വില്ലിങ് അല്ല. ഇരുത്തേ ഒന്ന് ചിലപ്പോൾ നമ്മൾ പറയുന്നത് കേട്ട് എഴുന്നേറ്റ് പോവുകയുള്ളൂ. ചില കുട്ടികൾ പറയുകയും ചെയ്യും. കാരണം പഠനത്തിലെ ബുദ്ധിമുട്ടുള്ള കുട്ടി, പക്ഷെ മറ്റ് ഇന്റേണൽ ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് പറയണമെന്നില്ല. അപ്പോൾ 8ാം ക്ലാസ്സിൽ നോക്കുകയാണെങ്കിൽ എത്ര ഡിവിഷൻ ഉണ്ട്, ഓരോ ക്ലാസ്സിൽ നിന്നും 5 കുട്ടികൾ എടുത്തിട്ട് അങ്ങനെ 10 20 25 പേരാക്കിയിട്ട് ഒരു ക്ലാസ് കൊടുക്കുക. അപ്പൊ ഈ ഒരു കുട്ടികൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലാസ്സിലേക്കല്ല അവർ പോവുക.
അപ്പൊ ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോ ഇതേ ഒരു ക്ലാസ്സിന് തന്നെ കൊടുക്കാം മാനേജ്മെന്റ് പറയുകയാണെങ്കിൽ ആഴ്ചയിൽ അതും കൊടുക്കാം, പോസിബിൾ ആണ്, അതും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അല്ലെ, കുട്ടികളുടെ ഇടയിൽ ഇപ്പോ സൂയിസൈഡ് ടെൻഡൻസി കൂടി വരുന്നുണ്ട് ഓരോ കൊല്ലം കഴിയുന്തോറും. അതെ. അവർക്ക് അപ്പൊ അവർക്ക് അത് ഷെയർ ചെയ്യാൻ പറ്റാണ്ട് അവരുള്ളില് ചെയ്ത് കഴിയുമ്പോഴാണ് പാരന്റ്സും സ്കൂൾ അധികൃതരും ഇത് മനസ്സിലാക്കുന്നത് തന്നെ. അപ്പൊ അതെ. ഒരു സൊല്യൂഷൻ വേണമല്ലോ. എന്താണ് അവരുടെ പ്രശ്നം? പഠന പ്രശ്നം തന്നെയാണോ, അല്ലെങ്കിൽ വേറെ ഹലോ എന്തെങ്കിലും ഇത് മനസ്സിലാക്കാൻ ചോദിച്ച നിങ്ങൾ ചോദിക്കുന്ന ഐ എം സോറി, ഐ എം ഷീബ ഫ്രം ഒമാൻ. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഷാൽ ഐ ഷെയർ ഇറ്റ്? എന്റെ മലയാളം അത്ര നല്ലതല്ല. ഐ ബോൺ ആൻഡ് ബോട്ട് ഫ്രം തമിഴ്നാട്, സോ കുറച്ച് മലയാളം മിക്സ്ഡ് ആയിരിക്കും. ഇസ് ഇറ്റ് ഓക്കെ? പറഞ്ഞോളൂ. Okay. Actually, I am a teacher. ഞാനിവിടെ IGCSE സ്കൂൾ കാംബ്രിഡ്ജ് സ്കൂളിൽ ഒമാനിലെ ടീച്ചറാണ്. ആൻഡ് ദെൻ ഐ ഹാവ് ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ട്രാവലിംഗ് ലോട്ട് ഓഫ് കൺട്രീസ്. അതിന് പിന്നെ ഞാനിപ്പോൾ സൈക്കോളജി, MS സൈക്കോളജി ലണ്ടൻ ആർഡൻ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ കൗൺസിലിംഗ് കോഴ്സിങ്ങും ചെയ്യുന്നുണ്ട്. ദെൻ എനിക്ക് നിങ്ങളുടെ കുറച്ച് ടെക്നിക്ക് ഇത് കണ്ടപ്പോൾ ഐ റിയലി ലൈക്ക് ഇറ്റ്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു ജോയിൻ സം ഓഫ് ദ ടെക്നിക്സ്. അതുകൊണ്ട് ഇവിടെ ജോയിൻ ചെയ്തതാണ്. ഇവർ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഹാവ് യു ക്രോസ് ദ ന്യൂസ് ഫ്യൂ ലാസ്റ്റ് നവംബർ ദാറ്റ് നമ്മുടെ നാട്ടിലത്തെ തൃശ്ശൂർ ജില്ലയിലും അദ്വൈത് നായർ എന്നുള്ള ഒരു കുട്ടി IIT NIT ഗുജറാത്തിൽ ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന മൂന്നാം ന്യൂസ് മൊത്തം സ്പ്രെഡ് ആയില്ലേ? ആ കുട്ടി മരിച്ചു. പറയൂ. കുട്ടികൾക്ക് ശരിക്കും ആ. PT എന്ന് പറഞ്ഞിട്ട് ശരിക്കും അവര് കൊടുക്കുന്നില്ലല്ലോ ചില സ്കൂളുകളിലൊന്നും. ആകെ വീക്ക്ലി വൺസ് ഒക്കെ ഉള്ളൂ. അത് ചില ദിവസങ്ങളിൽ ലീവ് ആവുന്നുണ്ട്. അപ്പൊ ബോയ്സ് പോലെയുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഭയങ്കര സ്ട്രെസ് വരുന്നുണ്ട്. കാരണം അവരുടെ എനർജി ഇപ്പൊ നോർമൽ നമ്മൾ പഠിക്കുന്ന കാലത്തെ പോലെയല്ല, ഒരുപാട് എനർജി. കാരണം അവർ വേറെ ഒന്നും കാര്യമായിട്ട് നമ്മളെ വീടുകളിൽ ചെയ്യേണ്ട ജോലികളൊന്നും ചെയ്യാത്തത് കൊണ്ട് അവർക്ക് എനർജി ശരിക്കും ഇങ്ങനെ കടന്ന് അവർക്ക് വല്ലാത്തൊരു അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതും വലിയൊരു പ്രശ്നമായിട്ട് പലപ്പോഴും ചില കുട്ടികൾ സ്കൂളിൽ പോവാത്തതിന്റെ കാരണം ചോദിക്കുമ്പോൾ, മാസങ്ങളോളം സ്കൂളിൽ പോവാത്ത കുട്ടിയോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് കളിക്കാൻ ഒരിത്തിരി സമയം പോലും തരില്ല, ഒരു ലഞ്ച് ബ്രേക്ക് പോലും അവര് അവിടെ ഇരുന്ന് ബാക്കിയുള്ള സമയം മറ്റേ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതാനോ പഠിക്കാനോ ഒക്കെ പറഞ്ഞിട്ട് അത്രയും ഓവർ സ്ട്രെസ് ആണെന്ന് പറയുന്നുണ്ട്. അതും പിന്നെ ഇപ്പോഴത്തെ ചില പാരന്റ് പൂർണ്ണമായിട്ട് വരുന്ന ഒരു ഫ്രീഡം എന്നുള്ള രീതി കൊടുക്കാതെ ഓവർ പ്രൊട്ടക്റ്റഡ് ആയിട്ട് പഠിക്കുക അല്ലെങ്കിൽ ഒരു രാവിലെ ട്യൂഷന്, പിന്നെ അത് കഴിഞ്ഞ് സ്കൂള് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ട്യൂഷൻ വെക്കുന്നു, അത് കഴിഞ്ഞാൽ രാത്രി ഹോംവർക്ക് ചെയ്യുന്നു. ഇതിനിടയ്ക്ക് ആൾക്കെന്താണ് ഒരു സൺഡേ പോലും വെറുതെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടെ ഉണ്ട്. പിന്നെ ചില കുട്ടികളാണ് ഫുൾ ടൈം മൊബൈലിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. എല്ലാം നമ്മൾ കമ്പാരിസൺ നടത്തണം. ഏതൊക്കെ രീതിയിലാണ് കുട്ടികളുടെ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയാണ് പോകുന്നത്, അതിനനുസരിച്ചിട്ട് റെഡ്യൂസ് ഐസൊലേഷൻ ചെയ്യേണ്ടി വരും. ബെറ്റർ ബിലോങ്ങിങ്സ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. ഒരു ഏർലി ഹെൽപ്പ് സീക്കിങ് അവർക്ക് കുട്ടിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടി വരും. ഇതൊക്കെ നമുക്കൊരു മെന്റൽ ഹെൽത്ത് കരിക്കുലം ആക്കിയിട്ട് നമുക്ക് അവരുടെ ഒരു പിന്നെ ഏതായാലും നിങ്ങളെ പോലെ ആളുകൾ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി ഫ്യൂച്ചറിൽ ഇനിയിപ്പോൾ അക്കാദമിക് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇവർക്കൊന്ന് ശരിക്കും ഒരു മെന്റൽ ഹെൽത്ത് കരിക്കുലൊക്കെ നമ്മൾ ഇതേപോലെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ആ ടീച്ചേഴ്സിനും ഒരുപാട് ഹെൽപ്പ് ആവും, ഇങ്ങനത്തെ കുട്ടികൾക്കും ഹെൽപ്പ് ആവും. അതേപോലെ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞതുപോലെ സൂയിസൈഡ് തോട്ടുകൾ ഒരുപാട് ഇൻസിഡൻസുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇങ്ങനെ കുട്ടികൾക്ക് ഇതേപോലെ ഇപ്പൊ ഈ കുട്ടികൾക്ക് മാത്രം കൊടുത്തിട്ടൊരു കാര്യമില്ല, ഈ ടീച്ചേഴ്സിന് ആദ്യം കൊടുക്കണം കൗൺസിലിംഗ്. എങ്ങനെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യണം. അതാണ് നമ്മളെ ജോലി എന്ന് പറയുന്നത്. ടീച്ചേഴ്സിനെ ഒന്ന് സെറ്റാക്കി എടുക്കുക എന്നുള്ള, അതിലേക്ക് ശേഷമാണ് കുട്ടികളിലേക്ക് പോകേണ്ടത്. ഓരോ ടീച്ചറും ക്ലാസ് എടുക്കുന്ന രീതിയും പെരുമാറ്റ രീതിയും ഒക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് എന്ന് പറയും 10% ഉള്ളൂ. കാരണം എന്തെങ്കിലും പറയാ ചാടി, ഇപ്പൊ കുട്ടിയുടെ സോഷ്യൽ മീഡിയ നിരന്തരമായിട്ട് വീഡിയോ എടുക്കുക, കുട്ടിക്ക് പെട്ടെന്ന് നെഗറ്റീവ് കമന്റ് വന്ന ആൾ തന്നെ അപ്പൊ തൂങ്ങുകയാണ്, ഹാങ് ചെയ്യാണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അഗ്രസീവ് ആയിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഡിക്ഷൻ ഡ്രഗ് അതിലൊക്കെ പോവാണ്. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളെ നമ്മൾ ക്ലാസ് റൂമിൽ നിന്നും പാരന്റും ഒക്കെ ഇവർക്ക് ഒരു പ്രോബ്ലം സ്കില്ല് തുടക്കത്തിൽ തന്നെ പ്രശ്ന പരിഹാര പദ്ധതി എന്താണ്, ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പരിഹരിക്കും. പഠനത്തിൽ മാത്രമല്ല, മാത്സിൽ മാത്രമല്ല പ്രോബ്ലം സ്കില്ല് ഉണ്ടാക്കി കൊടുക്കേണ്ടത്, ജീവിതത്തിലും എവിടെ എന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ വെൽബീങ് ആയിട്ട്, ഒരു സെൽഫ് കെയറിംഗിലായിട്ട്, ഒരു സ്ട്രെസ് ലെവൽ എങ്ങനെ കുറയ്ക്കാം, റിലേഷൻഷിപ്പിൽ എങ്ങനെ പോവാം, ഒരു പ്ലേറ്റ് ഗ്രൂപ്പ് ഫ്രണ്ട്സ് സർക്കിളൊക്കെ എങ്ങനെ കൊണ്ടുപോകാം, ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചാൽ എൻ്റെ ഇമോഷൻസ് എന്താണ്, എൻ്റെ ആങ്സൈറ്റി എന്താണ്, ഒരു ഡിപ്രഷൻ എന്തൊക്കെയാണ്, ഇതൊക്കെ ഏകദേശം നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിലെങ്കിലും അവർക്ക് ഒരു വർഷം എന്തായാലും നമ്മൾ കുട്ടികൾ ക്ലാസ്സിലുണ്ടാവും.
കുറഞ്ഞ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ടീച്ചേഴ്സ് അടക്കം പാരന്റ് അടക്കം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. ശരിക്കും എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഈ കരിക്കുലം മാത്രമല്ല, പേഴ്സണാലിറ്റി മാനേജ്മെന്റും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു സിസ്റ്റമാണ്. അതെ അതെ, അതിലിപ്പോ നമുക്ക് ജെൻഡർ സെൻസിറ്റിവിറ്റി വരാം, കൾച്ചറൽ അവയർനെസ്സുകൾ വരാം, അതേപോലെ ഡിസേബിലിറ്റി ഇൻക്ലൂഷൻ വരാം, പിന്നെ ന്യൂറോ ഡൈവേഴ്സിറ്റി സപ്പോർട്ട് കൊടുക്കാം. എല്ലാ നമുക്ക് ഷംന പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ ഒരു ഫാമിലി സ്കൂൾ കൊളാബറേഷൻ എന്നുള്ള രീതിയിൽ അങ്ങനെ. മൊത്തത്തിൽ ഒരു കുട്ടി പഠിച്ചിറങ്ങുമ്പോൾ ഒരു നല്ല ഇൻഡിവിജ്വൽ ആയിട്ട് വെറും അതെ പഠനം മാത്രമല്ലാതെ എല്ലാ തരത്തിലും ആ കുട്ടി ഡെവലപ്ഡ് ആകണം. അത് ഓരോ അതെ ടീച്ചറും വിചാരിക്കും. അതെ, ടീച്ചർ മാത്രം ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന പാരന്റ് വേണം. വീട്ടിലെ പാരന്റ്സ്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാം, പാരന്റ് വർക്ക് ഷോപ്പുകൾ നടത്താം, അതേപോലെ മെന്റൽ ഹെൽത്ത് അവയർനെസ് സെഷൻസുകൾ കൊടുക്കാം, ഫാമിലി കൗൺസിലിംഗ് റെഫറൻസ് കൊടുക്കാം. കാരണം കുട്ടീനെ പാരന്റിനെ ഒരുമിച്ച് ഒരു കൗൺസിലിംഗ് എടുത്ത് പറഞ്ഞേക്കുക, അതൊക്കെ റെഫറലായിട്ട് നമുക്ക് കൊടുക്കാം. കാരണം കുട്ടിക്ക് വീട്ടിലെ പ്രശ്നങ്ങളാണ്, ക്ലാസ് റൂമിൽ പ്രശ്നമാണ്, അപ്പോൾ ആ പാരന്റിന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്, അപ്പോൾ ഒരുമിച്ച് പാരന്റ് അടക്കം നമ്മൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ അതേപോലെ ക്രൈസിസ് പ്രിപ്പയർനെസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ഒരു സൂയിസൈഡ് റിസ്കോ അല്ലെങ്കിൽ സെൽഫ് ഹാം അല്ലെങ്കിൽ വയലൻസ് പോലെയുള്ള അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റർ പോലെയുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും സഡൻ ഡെത്ത് വന്ന ഗ്രീഫ് പോലെ കുട്ടി അങ്ങനെ ആയി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ ഒരു ക്രൈസിസ് ഒക്കെ എന്താണ് ഒരു കുട്ടികൾക്ക് പ്ലാൻ ചെയ്ത് കൊടുക്കുക. ഇന്നത് സംഭവിച്ചാൽ എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക, എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും, ആ സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അത് റിയാലിറ്റി എങ്ങനെ രീതിയിലാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ. പിന്നെ പ്രധാനമായിട്ട് നമുക്ക് ഈ ഒരു സ്കൂൾ സിസ്റ്റത്തിൽ പോസിറ്റീവ് സ്കൂൾ ക്ലൈമറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഒന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ടത് സേഫ്റ്റി തന്നെയാണ്. ആ കുട്ടികൾ നമ്മൾ സ്കൂളിൽ ചിലപ്പോൾ ടീച്ചേഴ്സിന്റെ ഭാഗത്താണെങ്കിൽ മാനേജിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ സേഫ്റ്റി, ആ ഒരു കുട്ടി സേഫ് ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ആ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആ വാക്കാലെയോ ഫിസിക്കലി ആയിട്ടുള്ള ഒരു ഒരു വയലൻസ് അവിടെ നടക്കുന്നുണ്ടോ, പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഒരു സാധ്യമായി ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അല്ലാതെ നമ്മളൊരു ഭാഗത്ത് നിന്ന് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് പോകുമ്പോൾ മാനേജ്മെന്റ് അങ്ങനത്തെ കുട്ടികൾ മോശമായിട്ട് പെരുമാറും, അല്ലെങ്കിൽ ക്ലാസ് റൂം ടീച്ചർ മോശമായിട്ട് പെരുമാറും, അല്ലെ ഇതൊക്കെ കഴിഞ്ഞ് ടീച്ചറും ക്ലാസ്സും ഒക്കെ ഓക്കെ, വീട്ടിൽ പോയിട്ട് പാരന്റിന്റെ മറ്റൊരു സ്വഭാവം. അപ്പൊ ഇതൊക്കെ ആകുന്ന സമയത്ത് കുട്ടിക്ക് ഒരു സ്കൂൾ ക്ലൈമറ്റ് പോസിറ്റീവ് ആവാനോ അല്ലെങ്കിൽ വീട്ടിൽ പോസിറ്റീവ് ആയിക്കാനോ സാധിക്കില്ല. അപ്പൊ അതിന് നമ്മൾ എന്താണ് റിസർച്ചുകൾ നടത്തേണ്ടി വരും. ഏതൊക്കെയാണ് കുട്ടികളുടെ അക്കാദമിക് അച്ചീവ്മെന്റ് നോക്കുക, അറ്റൻഡൻസ് എങ്ങനെയൊക്കെയാണ്, മെന്റൽ ഹെൽത്ത് എങ്ങനെയൊക്കെയാണ്, പിന്നെ അതേപോലെ അവരുടെ ബിഹേവിയർ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഇതൊരു ചലഞ്ചസ് ആക്കി നമ്മൾ എടുക്കുക. ഇപ്പൊ എല്ലാ കുട്ടികളും ഒരേപോലെ പറ്റിയിട്ടില്ലെങ്കിൽ മാക്സിമം ഇന്നത്തെ കുട്ടികൾ നമുക്ക് അറിയാൻ പറ്റും എവിടെയാണ് ഒരു ഷോർട്ടേജ് ഉള്ളത്, കുട്ടിക്ക് എങ്ങനെയാണ് ഒരു എക്സസൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത്. പിന്നെ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു ചലഞ്ചസ് എന്ന് പറയുന്നത് പല സ്കൂളിലും പിന്നെ ഒരു നല്ലൊരു കൗൺസിലർമാരില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കാലത്ത് പല സ്കൂൾ കൗൺസിലർ ഇല്ലാത്ത സ്കൂളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ. പിന്നെ അതേപോലെ ഒരു മെന്റൽ ഹെൽത്ത് സ്റ്റിഗ്മ, ആ ഒരു തെറ്റിദ്ധാരണകൾ മാറ്റിക്കൊടുക്കാൻ ഒരാളില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് പല നാടുകളിലും ഇപ്പോഴും കൗൺസിലിംഗ് എന്ന് പറയുന്നത് എന്താണ് ഭ്രാന്തന്മാർക്കുള്ളതാണ്. കുട്ടിക്ക് കൗൺസിലിംഗ് ഉണ്ട് പറഞ്ഞാൽ കുട്ടിക്ക് എന്തോ ഒരു മാനസിക രോഗം കിട്ടും എന്നുള്ളതാണ്. ഇനിയിപ്പോ അതിന്റെ ഇടയ്ക്ക് ഒരു ഡിപ്രഷൻ, ആങ്സൈറ്റി, ഒരു ഷിസോഫ്രീനിയ എന്ന പേര് പറഞ്ഞാൽ തീർന്നവിടെ ആ കുട്ടി തീർന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന ആളുകളുണ്ട്. പിന്നെ അതേപോലെ കുറേയൊക്കെ നമുക്കൊരു ചില കേസുകൾ ഫണ്ടിങ് ഇഷ്യൂസുകൾ വരും, കുട്ടീനെ കൗൺസിലിംഗ് പറഞ്ഞേക്കാനുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ ഒരു സമയത്തൊക്കെ നമ്മൾ സ്കൂൾ കൗൺസിലർ എന്ന നിലയിൽ നമുക്ക് ഒരുപാട് കുട്ടിക്ക് സാമ്പത്തിക പരിമിതികളൊക്കെ ഒന്ന് കൗണ്ട് ചെയ്തിട്ട് നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, കാരണം നമുക്ക് ലീഗലായിട്ട് കൗൺസിലിംഗ് കുട്ടിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും നമുക്ക് എന്തൊക്കെ കുട്ടി മെന്റൽ വെൽബീങ് ചെയ്യാൻ കൊടുക്കുക അതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. പക്ഷെ അവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്രൈവസി കൺസേൺ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം അവിടെ എന്താണ് ഓൺലൈൻ കൗൺസിലിംഗ് ചെയ്ത് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് ആ കുട്ടിയുടെ കാര്യം നേരെ ഗ്രൂപ്പ് ഷെയർ ചെയ്യാൻ, മറ്റുള്ള ടീച്ചേഴ്സിനോട് പറയാം, കാരണം ഞാനിങ്ങനെ കൗൺസിൽ ചെയ്തു ആ കുട്ടിക്ക് ഇന്ന പ്രശ്നമാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് കുട്ടിക്ക് വീണ്ടും പ്രശ്നങ്ങളായിരിക്കും. കുട്ടിയെ അത് വരുന്ന സമയത്ത് നമുക്ക് തന്നെ പ്രശ്നങ്ങൾ വരും. അങ്ങനത്തെ ഒന്ന് കുറേയൊക്കെ പ്രൈവസി കൺസേൺ നമ്മുടെ ഭാഗത്തുനിന്ന് കുറച്ച് ഓക്കെ ആക്കുക. പിന്നെ ഇവിടെ കൂടുതൽ നമുക്കൊരു പിന്നെ ഒരു ജോലി ഭാരം എന്നൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു പ്രശ്നമാണ് പ്രൈവസി കൺസേണിലാണ് വരിക. കറക്റ്റായിട്ട് നമ്മൾ ആ റെഫറൻസ് എവിടെയാണ് റെഫറൽ കൊടുക്കേണ്ടത് അങ്ങോട്ട് കൊടുത്തു വിടാത്ത സാധനം. കാരണം ഞാൻ തന്നെ ശരി വിചാരിക്കും, ഞാൻ സൈക്കോളജി പഠിച്ചിട്ടുണ്ട്, എനിക്കിതറിയാം, ഞാൻ തന്നെ ശരിയാക്കണം എന്നുള്ളത്. പിന്നെ ആ ഒരു ചിന്ത നിങ്ങൾ മാറ്റിവിടും. കറക്റ്റ് കുട്ടിക്ക് ഒരു സൂയിസൈഡ് തോട്ട് ഉണ്ടെങ്കിൽ, റിസ്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടീനെ കറക്റ്റായി, അല്ലെങ്കിൽ അബ്യൂസ് നടന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എവിടെയാണ് എത്തിക്കേണ്ടത് അത് എത്തിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ്. പിന്നെ നോക്കാം ഇനിയിപ്പോ ഫ്യൂച്ചർ ഒരു 5 കൊല്ലമൊക്കെ കഴിഞ്ഞ് നമ്മുടെ കേരളത്തിന്റെ സ്കൂൾ ലെവലൊക്കെ നോക്കി വരികയാണെങ്കിൽ അവരൊരിക്കലും എന്താണ് ഇനി വരുന്ന എല്ലാ സ്കൂളും എന്താണ് ഒന്ന് ഫോക്കസ് ചെയ്യുന്നവർ അക്കാദമിക് സക്സസ് മാത്രമായിരിക്കില്ല.
ഇപ്പൊ നമ്മളെ പോലെ കുറെ ആളുകൾ ഇപ്പൊ നിലവിലുള്ള ഓരോരുത്തരുടെ ചിന്തകൾ എന്താണ് അക്കാദമിക് സക്സസ് മാത്രമല്ല എന്നുള്ളത്. അപ്പൊ അതിന് ഫ്യൂച്ചറിൽ അതൊക്കെ വരാനുള്ളതാണ്. കാരണം ഇമോഷണൽ വെൽബീങ് കൂടി ഇവരെ കൂടെ എന്താണ് അവരെ മാനസിക അവസ്ഥയും കൂടി പരിഗണിച്ചിട്ടായിരിക്കും ഓരോ സ്കൂളിലും ലെവലിൽ നമുക്ക് പോകാനുള്ളത്. ഒരു മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് എല്ലാ വിദ്യാർത്ഥികളും എപ്പോഴും ലഭ്യമാവണം എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ ഗവൺമെന്റും കാര്യങ്ങളൊക്കെ വരിക. അത്രത്തോളം ഉണ്ട് എന്ന് പറയാൻ പറ്റും. പക്ഷെ അതിന്റെ സംവിധാനങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ AI പോലെയുള്ള ടൂളുകൾ ഒരുപാട് വർദ്ധിച്ചു വരികയാണ്. അപ്പൊ അതൊക്കെ എന്താണ് നമ്മുടെ ഹ്യൂമൻസ് ഒരു 90% ഇപ്പൊ കുറെയൊക്കെ ഉപകാരപ്പെടും, ചിലതാണെങ്കിൽ ഉപകാരപ്പെടില്ല. അതിന് ആ ഉപകാരപ്പെടാത്ത സാഹചര്യത്തിലാണ് നമ്മളെപ്പോലുള്ള ആളുകൾ കുറച്ചുകൂടി എൻട്രി ഉണ്ടാവുക. പിന്നെ നമുക്ക് ഒരുപാട് ജോബ് സാധ്യതകൾക്ക് ഒരുപാട് ഈ മേഖലയിൽ വരാൻ ചാൻസസ് ഉണ്ട്. പ്രത്യേകിച്ച് സൈക്കോളജി മേഖലയിലൊക്കെ ഈ ഒരു പ്രിവെൻഷൻ എങ്കിൽ പോലും നമുക്ക് അവരെ ഓരോ മേഖലയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ ആസ് എ സ്റ്റുഡൻസ് എന്ന നിലയിലാണെങ്കിലും ടീച്ചേഴ്സ് സാറേ ആണെന്നുണ്ടെങ്കിൽ പാരന്റ് ആണെന്ന നിലയിലേക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, യെസ് പറയൂ. സാറേ ഇപ്പൊ ഇവിടെ നമ്മൾ അബ്യൂസ് കേസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളടുത്ത് ആ കുട്ടി അത് പറഞ്ഞു കഴിഞ്ഞവന് വീട്ടിലുള്ളവർക്കൊന്നും അറിയില്ല. അപ്പൊ നമ്മളിപ്പോ സൈക്കോളജിസ്റ്റ് ചെയ്യണ പോലെ തന്നെ ഇപ്പൊ ഇത് നമ്മൾ നേരിട്ട് അറിയിക്കേണ്ടവരെ അറിയിക്കുകയാണോ വേണ്ടത്, അതോ സ്കൂൾ മുഖേനയാണോ? ആദ്യം നമ്മൾ അറിയിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സ്കൂളിലാണെങ്കിൽ സ്കൂളിന് മാനേജ്മെന്റിനെ അറിയിക്കുക. മാനേജ്മെന്റ് ത്രൂ എന്താണ് CWC, അതായത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലെ അവരറിയിപ്പിക്കുക. അതായത് 1109 അങ്ങനത്തെ ഒരു നമ്പറാണ്. മാനേജ്മെന്റ് ത്രൂ എന്താവണം, ഈ ഒരു CWC അറിയിക്കുക. അവർ ചെയ്യും ഇതിന്റെ ലീഗലി വശങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ അത് മാത്രമല്ല, ഈ ഒരിക്കൽ പോലും നിങ്ങൾ ആസ് എ കൗൺസിലർ ഒരിക്കലും പാരന്റ് ഡയറക്റ്റ് ആയിട്ട് വിടും. മാനേജ്മെന്റ് ത്രൂ അല്ലെങ്കിൽ ക്ലാസ് ടീച്ചറെ കൊണ്ട് വിളിപ്പിക്കണം. കുട്ടിക്ക് ഇന്ന പ്രശ്നമുണ്ട്, കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ നേരെ എന്താണ് ഒരു ക്ലിനിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷന് കുട്ടിയെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അത് പറയേണ്ടതായിട്ട് രീതിയിൽ പറയാൻ, പെട്ടെന്ന് വിളിച്ച് പറയുകയൊന്നും ചെയ്യരുത്. സ്കൂളിലേക്ക് ടീച്ചേഴ്സിനെ പാരന്റിനെ വിളിച്ച് വരുത്തുക, മാനേജറിന്റെ മുമ്പിൽ വെച്ചിട്ട് കുട്ടീനെ മാറ്റി നിർത്തിയിട്ട് കാര്യങ്ങൾ പറയാം. ഇതിനു മുമ്പ് തന്നെ CWCയിൽ വിളിച്ച് പറയണം. ലീഗലി ആയിട്ട് അവർ പറഞ്ഞുതരും. നിങ്ങൾ പോലീസ് ആദ്യം മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്യണം, അതിന്റെ റിസൾട്ടുമായിട്ടാണ് നീ കോർട്ടിലേക്കാണോ പോലീസ്. പിന്നെ ആ ഒരു സർക്കിളിലുള്ള പോലീസുകാരൻ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ട് അത് വിത്ത് എവിഡൻസ് ആയിട്ടായിരിക്കണം അവിടെ പോകണം. മെഡിക്കൽ റിപ്പോർട്ട് വേണം. അതേപോലെ ഇതിനെ മെഡിക്കൽ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് നമ്മുടെ വേണി സാറൊക്കെ ഉണ്ട്, അതിന്റെ ടെസ്റ്റുകളൊക്കെ എങ്ങനെയാണ് വേണമെങ്കിൽ ഷെയർ ചെയ്യും. സാറിന് പറയാൻ പറ്റുമോ അതിനെക്കുറിച്ച്, എങ്ങനെയാണ് ഈ ഒരു അബ്യൂസ് ടെസ്റ്റുകളെ കുറിച്ച് എക്സാമിനേഷൻ ചെയ്യുന്നത്? എക്സ്പീരിയൻസ് ഉണ്ടോ സാറിന്? യെസ് മിസ്റ്റർ, ഐ വോണ്ട് ഞാനത് ചോദിക്കാൻ നിന്നത് നിങ്ങളുടെ കോഴ്സ് അങ്ങനെ വല്ലെങ്കിലും ഉണ്ടോ, അതൊന്നും വന്നത് എനിക്ക്. ഉണ്ട് അങ്ങനത്തെ ചില കുട്ടികൾ എൻ്റെ അടുത്ത് വന്നു. ഒരു ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഒരു പാരന്റ് കീപ് കംപ്ലൈനിങ്, ആ കുട്ടി ഭയങ്കര ലേസിയാണ്, അവൻ പഠിക്കുന്നില്ല, എങ്ങനെയെങ്കിലും അവനെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ അവേഴ്സ് ഒക്കെ എൻ്റെ അടുത്ത് ക്ലാസ് അയക്കും. ആൻഡ് ദെൻ ഐ ഫൗണ്ട് ADHD, അവന് ഡിസ്ട്രാക്ട് ഭയങ്കരമാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ ഞാൻ ടീച്ചിങ് ആണ്, കൗൺസിലിംഗ് എന്നല്ല. അങ്ങനെ ആകുമ്പോൾ അങ്ങനത്തെ ടൂൾസ് അത് പ്രൂവ് ചെയ്യാൻ നമുക്ക് ടെസ്റ്റ് എങ്ങനെ റെക്കോർഡ് ചെയ്യണം, എങ്ങനെ ചാർട്ട് പ്രിപ്പയർ ചെയ്യണം, ആൻഡ് ദെൻ അങ്ങനത്തെ വല്ല കോഴ്സ് വെബിനാർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഐ ക്യാൻ ജോയിൻ. Can you give me the information? ഇവിടെ ഒരു 3 days വർക്ക്ഷോപ്പ് റണ്ണിങ്ങിലുണ്ട്. ഫസ്റ്റ് ബാച്ച് പോക്സോ കൗൺസിലിംഗ് അപ്രോച്ച് ഒരുപാട് ആളുകളെ പിന്നെ റിക്വസ്റ്റ് പ്രകാരമാണ് ഫസ്റ്റ് ബാച്ച് ഇപ്പോൾ റണ്ണിങ്ങിലാണ്. ഇപ്പൊ നെക്സ്റ്റ് ബാച്ച് വേണമെങ്കിൽ അതിൽ ജോയിൻ. കാരണം ഇതിന്റെ ലീഗലി വശങ്ങളൊക്കെ വിശദമായിട്ട് പറയും. പക്ഷെ മെഡിക്കൽ എക്സാമിനേഷന്റെ കാര്യങ്ങൾ നമുക്ക് അതിൽ കൂടുതൽ ടെസ്റ്റുകളൊക്കെ നമുക്ക് ആളിലേക്ക് റെഫർ ചെയ്യുക ചെയ്യുക. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ്, ബാക്കിയുള്ള എന്തൊക്കെ കൗൺസിലിംഗ് എങ്ങനെ ചെയ്യണം, ഏതൊക്കെ ടെസ്റ്റുകൾ ഉപയോഗിക്കണം, എങ്ങനെയാണ് അവർ അപ്രോച്ച് നടത്തുന്നതൊക്കെ വിശദമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ അതിൽ പറയാം. സാറ് ഓക്കെ, ഡീറ്റെയിൽസ് എനിക്ക് എവിടെ കിട്ടും? പോലീസുകാരല്ലേ കൊണ്ടുപോകുന്നേ? എങ്ങനെ മെഡിക്കൽ കോഴ്സിന്റെ എക്സാമിനേഷൻ സാധാരണ ഡീറ്റെയിൽസ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസാണ് കൊണ്ടുപോകുന്നത്. അല്ല, നമ്മൾ പോലീസിനെ അറിയിക്കേണ്ടത് നിർബന്ധമാണ്. പക്ഷെ പോലീസ് ആയിരിക്കും പോലീസ് ത്രൂ ആയിരിക്കും കോർട്ടിലേക്ക് എത്തിക്കുക. അതെ അതെ. സാറ് അങ്ങനത്തെ കോഴ്സ് ഇപ്പൊ പറഞ്ഞല്ലോ, അങ്ങനത്തെ 2-3 ദിവസത്തെ വർക്ക്ഷോപ്പും ഒക്കെ നിങ്ങൾ വിമ്പിളിലെ ഗ്രൂപ്പുകളിലൊക്കെ ഇല്ലേ, ഇവിടുത്തെ ഗ്രൂപ്പില്ലേ, സൈസോൺ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലില്ലേ? ഇല്ല ഇല്ല. സൈസോൺ ഉണ്ട്. അപ്പൊ അതിൽ എന്തായാലും നെക്സ്റ്റ് ബാച്ചിന്റെ ഈ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വരും. എന്തായാലും ഈ ഒരു മാസം ലാസ്റ്റ് ആയിരിക്കും അടുത്ത ബാച്ച് ഉണ്ടാവുക. അപ്പൊ ആ സമയത്ത് പോസ്റ്ററൊക്കെ വരും. ഇല്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളിപ്പോ ഏത് ഗ്രൂപ്പിൽ നിന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്, അവിടെ ഒരു എന്താണ് അഡ്മിൻ ഉണ്ടാവും. അതിന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ എങ്ങനെ വർക്ക്ഷോപ്പിന് ഇരിക്കുന്നുണ്ട്? ഇല്ല, അത് വർഷം നമുക്ക് നോർമലായി കിട്ടുന്ന അവയർനെസ്സുകൾ, അതിന്റെ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ല. എല്ലാവർക്കും അതിനെപ്പറ്റി പഠിക്കാം.
പക്ഷെ പക്ഷെ ഞാൻ ഇത് വിംബിൾ അക്കാദമിയുടെ ഇതിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കിട്ടാൻ അപ്പൊ ഞാൻ ഓ അത് ചെയ്യുന്നുണ്ട് ഓ, വർക്ക്ഷോപ്പിന്. ആ ഓക്കെ. അപ്പൊ വിംബിൾ അക്കാദമിയുടെ ഏതാ ഗ്രൂപ്പിലുണ്ടോ നിങ്ങൾ? ഞാൻ ഇതിലുള്ളൂ വിംബിൾ അക്കാദമിയുടെ ഇങ്ങനത്തെ ഒരൊറ്റ ഗ്രൂപ്പിൽ തന്നെ ഉള്ളു. അപ്പൊ അതറിയാൻ ഇനിയിപ്പോ എന്താ ചെയ്യാനുള്ള. അതിലെ ഗ്രൂപ്പിലൊക്കെ വരും, എല്ലാ ഗ്രൂപ്പിലും ഇതിന്റെ പോസ്റ്റർ ഒക്കെ വരും. ഓക്കെ 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 താങ്ക് ഇനി വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുള്ള ഗ്രൂപ്പിലെ ഒരു അഡ്മിനുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ സർ താങ്ക് യു. ഇപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് ഏകദേശം നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഒന്നിപ്പോൾ ഏകദേശം ടെക്നിക്കുകളൊക്കെ നമ്മളൊരു സ്കൂൾ കൗൺസിലിംഗ് അല്ലെങ്കിൽ സ്റ്റുഡൻറ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് നടത്തുന്നുണ്ട് 3 മാസത്തെ. കഴിഞ്ഞ ആഴ്ച അതിനെപ്പറ്റി ഒരു ഓറിയന്റേഷൻ ക്ലാസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ഒരു വെബിനാർ എന്ന് പറയുന്നത് ഒരുപാട് നമുക്ക് ഇവിടെ ആഴ്ചയിൽ ശനിയും ഞായറൊക്കെ ആയിട്ട് ഒരുപാട് പാരന്റ് ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു പറഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് ഇതിനെപ്പറ്റി കുറച്ചൊരു ഒരു ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ ടീച്ചേഴ്സൊക്കെയാണ് അങ്ങനെ റിക്വസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ക്ലാസ് വന്നിട്ടുള്ളത്. സ്കൂൾ അപ്പോൾ ഇതിനെക്കുറിച്ച് കൗൺസിലിംഗ് സ്കൂൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 3 മാസത്തെ കോഴ്സ് ഉണ്ട്. അപ്പോൾ അതെന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടോ? ക്വാളിഫിക്കേഷൻ അതിന്റെ ഇത് ക്വാളിഫിക്കേഷൻ ഇല്ല, ആസ് എ ടീച്ചർ എന്നുള്ള ആളുകൾക്ക് ഉപയോഗിക്കാം. പിന്നെ അതേപോലെ അവയർനെസ് നിങ്ങൾക്ക് അത് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ സൈക്കോളജി ഉള്ള ആളുകൾക്കാണ് കൗൺസിലർ ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് ഒരു ആഡ് ഓൺ കോഴ്സാണ്. കാരണം ഇത് ഇന്റർവ്യൂവിൽ നിർബന്ധമായിട്ട് പല സ്കൂളിൽ ചോദിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് പകരാണ് നമ്മൾ ഈ കോഴ്സിൽ. ഏകദേശം 10-20 അഡ്മിഷൻ ആയിട്ടുണ്ട്. ഫീസ് കറക്റ്റ് ആയിട്ട് പുതിയ ബാച്ചിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? ജൂൺ 15 പുതിയ ബാച്ച് തുടങ്ങുന്നത്. അത് ഇതിലിടൂലേ, ഗ്രൂപ്പിലിടൂലേ? ഗ്രൂപ്പിൽ വിടും. ഓക്കെ താങ്ക് യു. വേണമെങ്കിൽ എന്നെ ഒന്ന് മെസ്സേജ് അയച്ചാലും മതി. എൻ്റെ ഒരു വാട്സപ്പ് ഞാൻ ഈ ഗ്രൂപ്പിലുണ്ട്. ഓക്കെ. LD മാനേജ്മെന്റിന്റെ ഉണ്ടല്ലോ അല്ലെ? LD മാനേജ്മെന്റ് 1 മന്തും പിന്നെ 6 മന്ത്സും അല്ലേ? ഡിപ്ലോമ ഉണ്ട്, 6 മാസത്തെ കോഴ്സുകൾ. ഓക്കെ. അപ്പൊ കോഴ്സുമായിട്ടുള്ളതൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ വരും. അതിനെ പറ്റി അപ്പൊ ഇത് ഇന്നത്തെ സംഭവമായിട്ട് എന്തെങ്കിലും ചോദിക്കാണ്ട് സാറേ പറയാം. സാറ് പറയൂ. ഓൺ ആക്കിയത് കൊണ്ട് പറഞ്ഞതാ. ഓക്കെ നിസാബ്ജി, അതായത് ഞാൻ ഈ 2-3 തവണ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഓരോ തവണ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഞാൻ പറയേണ്ടി വരുന്നു. ഞാനൊരു മെഡിക്കൽ ഡോക്ടർ ആയത് കാരണം ഒരു രോഗലക്ഷണമാണ് സിംറ്റം എന്ന് പറയുന്നത്. സിംറ്റത്തിനല്ല ട്രീറ്റ് ചെയ്യേണ്ടത്, അതിന്റെ മൂല കാരണമാണ്. അപ്പൊ ഈ പിള്ളേരുടെ ഈ പലതും ഈ പഠനത്തിന് വൈകല്യം എന്നും പറഞ്ഞുകൊണ്ട് അവർ പഠിക്കുന്നില്ല, അറ്റൻറ്റീവ് അല്ല എന്നും പറഞ്ഞ് പിന്നെ അവർക്ക് കൗൺസിലിംഗ് അതിന്റെ പുറകെ പോവാണ്. ശരിക്കും മിക്കവരും ഇവിടെ കാണുന്നത് ലേണിംഗ് ഡിസബിലിറ്റിയെ കുറിച്ച് ഒരുപാട് ഇവിടെ വെബിനാറുകളുണ്ട്. പക്ഷേ ശരിക്കും വേണ്ടത് ടീച്ചിങ് ഡിസബിലിറ്റിയാണ്. ഈ ടീച്ചേഴ്സിന്റെ ടീച്ചിങ് ഡിസബിലിറ്റി കാരണമാണ് പിള്ളേർക്ക് മിക്കപ്പോഴും പഠിക്കാൻ പറ്റുന്നില്ല. അതിനാരും അഡ്രസ്സ് ചെയ്യുന്നില്ല. കാരണം ഇന്നത്തെ സ്കൂളുകളിൽ ഒരു 80 മുതൽ 90% ആ ടീച്ചേഴ്സ്, ചെറിയ നമ്പരല്ല, ഞാൻ BEd കോളേജിലെ ഗസ്റ്റ് ഫാക്കൽറ്റിയാണ്, 10-12 ഗസ്റ്റ് ഫാക്കൽറ്റിയാണ്. അതുകൊണ്ട് എനിക്കറിയാം. അവരുടെ ടീച്ചിങ് ഡിസബിലിറ്റിയാണ്. അവർക്ക് യാതൊരു താല്പര്യമില്ല. അവരിതൊരു ചുമ്മാ ഒരു വരുമാനത്തിന് ഒരു ടൈം പാസ് പോലെയാണ് വരുന്നത്. നോക്കൂലി വാങ്ങിക്കുന്ന ടീച്ചേഴ്സാണ് ഒരുപാട് പേര്. അതുകൊണ്ടാണ് പിള്ളേർ ട്യൂഷൻ എന്തിനു പോകുന്നു? എന്തിനു പിന്നെ ട്യൂഷന് പോകുന്നു? ക്ലാസ്സിൽ നേരവേ നന്നായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതേതാണല്ലോ പിന്നെ ട്യൂഷൻ ചെന്ന് പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആദ്യം ഈ ടീച്ചിങ് ഡിസബിലിറ്റിക്ക് 1-2 കുറെ വെബിനാർസ് നടത്തണം കേട്ടോ നിസാബ്ജി. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണച്ചാൽ ഹെൽപ്പ് ചെയ്യാം. ഞാൻ വേണച്ചാലും ഐ ക്യാൻ ഫ്രം USA ആണെച്ചാലും ഐ ക്യാൻ എന്റെ നോളജ് എല്ലാം ഷെയർ ചെയ്താൽ. ടീച്ചിങ് ഡിസബിലിറ്റി ഒരു ന്യൂ ടോപ്പിക്കാണ്. നല്ലൊരു ബിസിനസ്സിനുള്ള സ്കോപ്പും ഉണ്ട് കേട്ടോ പുതിയതായിട്ട്. ഓക്കെ റൈറ്റോ, ഞാനിവിടെ നോട്ട് ചെയ്തതാണ്. നമുക്ക് അടുത്തൊരു വെബിനാർ അങ്ങനെ ആക്കാം. ടീച്ചിങ് ഡിസബിലിറ്റി. അതെ, ഒരു ഡിസ്കഷൻ Yeah, പോലെയുള്ള. that is true. Actually, what happens as a teacher, I'm telling you what happens. The students are facing the information traffic, lot of information clusters. The teachers are failing to filter them. Yes. They are taking so many informations from the media and Instagram. The information clusters make them really exhausted. The teachers they're failing in their job. One thing is they are failing to filter their information. Yes, correct. അപ്പോ ഇത് സാറ് പറഞ്ഞതുപോലെ മാം പറഞ്ഞതുപോലെ ടീച്ചേഴ്സിനെ നമ്മൾ ആദ്യം ഒതുക്കി എടുക്കേണ്ടതാണ് ഇന്നത്തെ കാലം. അപ്പൊ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള അവരുടെ ഡിസബിലിറ്റി ഒന്ന് കണ്ടെത്തിയിട്ട് സ്വയം, ഇപ്പൊ പലരും ടീച്ചേഴ്സ് ഉണ്ടാവും. നമ്മൾ ടീച്ചേഴ്സിനെ പറ്റി എല്ലാവരും ടീച്ചേഴ്സും ഒരേപോലെയല്ല എങ്കിൽ പോലും
ഒന്നും ഒരു ജോലി മാത്രം ഫോക്കസ് ചെയ്ത് ആ ഒരു പോകുന്ന ടീച്ചേഴ്സ് ഒക്കെയാണ്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് കുറെയൊക്കെ ടീച്ചേഴ്സ് അന്നത്തെ ആ ഒരു ടൈപ്പ് ആയിരിക്കും. അല്ല അങ്ങനത്തെ ഇനി ഇൻഫർമേഷൻ. ഒരു കാര്യം കൂടെ പറയാം നിസാവ്ജി. അതായത് പ്ലേയിങ് മ്യൂസിക് ടു ദി ക്വയർ എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ ഉണ്ട് ഇംഗ്ലീഷിൽ. ഈ ഇതിൽ വരുന്നവർക്ക് മിക്കവർക്കും ടീച്ചിങ്ങിൽ താല്പര്യമുള്ളവരാണ് ഇതിൽ വരുന്നത്. ഈ ടീച്ചിങ്ങിന് താല്പര്യമില്ലാത്തവർ അവിടെ സ്കൂളുകളിൽ ഇരിക്കുകയാണ്. അവരെയാണ് കണ്ടുപിടിച്ച് ടീച്ചിങ് ഡിസബിലിറ്റി പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്. പല പേരൻസും വിളിച്ച് പല സ്കൂളിൽ നിന്നും ടീച്ചേഴ്സ് പറയുന്ന ഒരു കാര്യം, ടീച്ചേഴ്സിനെ ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല, ടീച്ചേഴ്സ് പറയുന്നത് പേരൻസിനോട് നിങ്ങളുടെ മക്കളെ അല്ലെങ്കിൽ മോനെ അല്ലെങ്കിൽ മോളെ ട്യൂഷന് വിടുക. അപ്പോൾ പേരൻസ് ചോദിക്കുന്നു പിന്നെ ഞങ്ങൾ എന്തിനാണ് സ്കൂളിലേക്ക് വിടുന്നത്? അപ്പൊ ടീച്ചേഴ്സിന്റെ റിപ്ലൈ ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് പരിമിതിയുണ്ട് പഠിപ്പിക്കുന്നതിന്. കാരണം അവർക്കത് കംപ്ലീറ്റ്ലി അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരിക്കാം, ചിലപ്പോൾ ടൈം ഇല്ലായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർ നിർബന്ധിക്കുന്നു നിങ്ങളുടെ മോനെ അല്ലെങ്കിൽ നിങ്ങളുടെ മോളെ നിർബന്ധമായിട്ടും ട്യൂഷന് വിടണം, ട്യൂഷന് വിട്ടെങ്കിൽ മാത്രമേ അവൻ കയറി വരത്തുള്ളൂ. ഈ വിവോ നിങ്ങളുടെ പേര് ഒന്നും അറിയുന്നില്ല. നിങ്ങളൊന്ന് വീഡിയോ ഓൺ ചെയ്തിട്ട് നിങ്ങൾ എന്താണ് പറഞ്ഞതെന്നുള്ളത് എനിക്ക് ജസ്റ്റ് ഒരു കൂടുതലായിട്ട് ഇതായിട്ട് ഐ എം വെരി എന്റെ പേര് ക്യൂരിയസ്. ജോൺസൺ തോമസ്. നിങ്ങൾ എവിടെയാ സ്ഥലം? ഞാൻ ആലുവയിൽ. കേരള. നിങ്ങൾ സൈക്കോളജിസ്റ്റ് ആയിട്ടാണോ അതോ ടീച്ചറുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, ഗുഡ്. ഓക്കെ, ഇതാണ് ഈ സംഗതി. ഈ പരിമിതി എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം എക്സ്ക്യൂസസ് ആണ്. ദീസ് ആർ ഓൾ എക്സ്ക്യൂസസ്. അവർക്ക് അവരുടെ കഴിവില്ല. ആൻഡ് ദേ വാണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് പിള്ളേർ നല്ല സ്കോർ എടുത്ത് പാസ്സാകണം. ചില ആ സ്കൂളിന്റെ റെപ്യൂട്ടേഷൻ എങ്ങനെയാണ്, ബിസിനസ് എങ്ങനെയാണ്? 100% A+ കിട്ടി, അതാണ് വേണ്ടത്. ഈ A+ അവിടെ പഠിപ്പിച്ചിട്ടല്ല, ഈ വേറെ ട്യൂഷൻ അവർ ഇതിൽ പോയിട്ടാണ് അവർ A+ കിട്ടുന്നത്. പക്ഷെ ക്രെഡിറ്റ് എല്ലാം കിട്ടുന്ന ആർക്കാണ്? ആ സ്കൂളിലാണ്. ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. ഇറ്റ് ഈസ് എ ഷെയിം. ഇതൊരു വലിയൊരു ശരിക്കും പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള ഒരു ഇതും ഇല്ലാത്തതാണ്. നല്ലൊരു ശതമാനം സ്കൂളുകളും പൈസ ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ. ആൻഡ് ആസ് ഷീബ അവർ പറഞ്ഞതുപോലെ അത് മാനേജ്മെന്റ് ദേ ഡോണ്ട് കെയർ. ദേ സിംപ്ലി ഡോണ്ട് കെയർ. ദേ ഡോണ്ട് ഈ നല്ല ടാലന്റും ഇതുള്ള കഴിവുള്ള ടീച്ചേഴ്സിനെ അവർ എൻകറേജ് ചെയ്യത്തില്ല. അവർ പറയുന്നതിന് യെസ് മാം, യെസ് സാർ, യെസ് മാം പറയുന്ന അങ്ങനെയുള്ള തലയാട്ടിയായിട്ടുള്ള വെറും പപ്പറ്റ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സിനാണ് അവർക്ക് വേണ്ടത്. ദാറ്റ് ഇസ് വൈ ഷീ ഹാഡ് ടു ക്വിറ്റ്. 2 ജോബ് വിട്ടെന്ന് പറഞ്ഞു ഷീബാജി, 2 സ്ഥലത്ത് 2 സ്കൂളിൽ. ദാറ്റ് ഇസ് ദി റീസൺ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇപ്പോ നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു. ഒരുപാട് എക്സ്പീരിയൻസ് നമുക്കും കിട്ടി, കേട്ടവർക്കും കിട്ടി. ഇനി എന്തെങ്കിലും മറ്റുള്ള ആർക്കെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ എക്സ്പീരിയൻസുകൾ പറയാം. ടീച്ചേഴ്സിനെ മൊത്തം അടിച്ചേൽപ്പിക്കുന്നില്ല. നല്ല സാറ് പറഞ്ഞതുപോലെ നല്ല ടീച്ചേഴ്സ് ഒരുപാടുണ്ടാകും. ശിവമാമിനെ പോലെയുള്ള സാർ നിങ്ങളിൽ പലരും ടീച്ചറായിരിക്കും. പറയൂ. ടീച്ചേഴ്സിന്റെ നമ്മൾ പറഞ്ഞല്ലോ, പക്ഷെ ടീച്ചേഴ്സ് വർക്കിംഗ് പ്രഷർ ഉണ്ട് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും ചില സ്കൂളുകളിലൊക്കെ. അവര് അതാണ് പറഞ്ഞിട്ട് ശിവമാമ അതാണ് പറഞ്ഞത്. മാനേജ്മെന്റിനെ പേടിച്ച് അവരുടേതായ അഭിപ്രായങ്ങൾ പറയാതെ ഇങ്ങനെ ഒതുക്കി ഇങ്ങനെ കൊണ്ടുനടക്കുന്ന പല സ്കൂളുകളും എനിക്കറിയാം. കാരണം അവര് കുട്ടികളെ ഭയങ്കരമായിട്ട് ടീച്ചേഴ്സിനെ പ്രഷർ ചെയ്യുന്ന കുട്ടികളെ നന്നായി പണിഷ്മെന്റ് കൊടുക്കണം. നേരം വൈകി വന്നാൽ പോലും, കുട്ടികളുടെ മാർക്ക് കുറഞ്ഞാൽ പോലും അപ്പൊ അവര് കുട്ടികളുടെ മേലെ പ്രഷർ അടിച്ചേൽപ്പിക്കുന്നു. നമുക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല. മാനേജ്മെന്റിന്റെ ഭയങ്കര വർക്കിംഗ് പ്രഷർ ഉള്ള ചില സ്കൂളുകളുണ്ട്. അവിടുത്തെ കുട്ടികളും പേടിച്ചിട്ടാണ് നിൽക്കുന്നത്, ടീച്ചേഴ്സും പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. അവർക്ക് അവിടുത്തെ മാർക്ക് പെർസെന്റേജ് ഉയരുക മാത്രം നോക്കുന്ന, അക്കാദമിക് ആയിട്ടുള്ള മാത്രം അങ്ങനെ നോക്കുന്ന ചില സ്കൂളുകളുണ്ട്, CBSE സ്കൂളുകളൊക്കെ. അപ്പൊ അവിടെ അവർക്ക് നല്ലൊരു ടീച്ചേഴ്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുട്ടികളുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് വളരെയധികം മൊത്തം സ്കൂളിനും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ചില സ്കൂളുകളിൽ മാനേജ്മെന്റിന്റെ പ്രഷർ ഉണ്ട്. ടീച്ചേഴ്സിനെ തന്നെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്കൊന്നും ചെയ്യാനും പറ്റാത്തൊരവസ്ഥ അങ്ങനെ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നേരത്തെ ഷീബാജി പറഞ്ഞതുപോലെ അവിടുത്തെ വർക്ക് ലോഡ്, സ്റ്റുഡൻസിന്റെ വർക്ക് ലോഡ് വെച്ചാൽ അവർക്ക് സ്കൂളിൽ 8 മണിക്കൂർ ഇരിക്കണം. അത് കഴിഞ്ഞ് ട്യൂഷന് ഞാനവിടെ നാട്ടിൽ ഒരു 5 കൊല്ലം ഉണ്ടായിരുന്നു. 2009 മുതൽ 15 വരെ. എൻ്റെ നെയ്ബറായിട്ടുള്ള അവർ രാവിലെ 4 മണിക്ക് അയാളെ കുട്ടിയെ എണിപ്പിച്ച് എല്ലാം റെഡിയാക്കി 5 മണിക്ക് ആദ്യം ട്യൂഷൻ പോവാണ്. 5 മണി മുതൽ 6 മണി വരെ ഒരു ട്യൂഷൻ. അത് കഴിഞ്ഞ് 6:15 മുതൽ 7:15 വരെ അടുത്ത ട്യൂഷൻ. സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം പിന്നെയും 2 ട്യൂഷൻ, 4 മണിക്കൂർ എക്സ്ട്രാ ട്യൂഷൻ, സാറ്റർഡേ ട്യൂഷൻ. ദർ ഇസ് നോ
ഇപ്പോൾ പറഞ്ഞ വർക്ക് ലൈഫ് ബാലൻസ് പറഞ്ഞില്ല, അവിടെ അതുപോലെ സ്റ്റഡി ലൈഫ് ബാലൻസ് ഇല്ല പിള്ളേർക്ക്. ദേ ആർ ടാക്സ് ടു മച്ച്. സ്ട്രെസ് ഒരുപാട് ഇതാണ്. മൂല കാരണം ഈ സ്കൂളിലെ ഇതാണ്. ഞാൻ എൻ്റെ മകനെ ഇതും കൂടെ പറഞ്ഞ് നിർത്താം ഒരു മിനിറ്റിനകത്ത്. ഞാൻ ഇവിടുന്ന് അമേരിക്കയിൽ 7ാം ക്ലാസ് വരെ അവൻ പഠിച്ചതിന് ശേഷം ഞാൻ നാട്ടിൽ 8ാം ക്ലാസ് മുതൽ അവിടെ പഠിക്കാനായിട്ട് കൊണ്ട് വിട്ടു. അവിടെ ഇന്റർനാഷണൽ സ്കൂളിൽ അവിടെ ചേർത്തു. റീസൺ ഇന്റർനാഷണൽ സ്കൂൾ എന്ന് വെച്ചാൽ അവിടെ ആകുമ്പോൾ മലയാളം മറ്റേ സിലബസ് ഇല്ലാതെ സിലബസ് ഉണ്ട്, കേംബ്രിഡ്ജ് സിലബസ്. മറ്റെവിടെ വെച്ചാൽ മലയാളം അല്ലെങ്കിൽ ഹിന്ദി ഏതെങ്കിലും പഠിക്കണം, 8ാം ക്ലാസ് മുതൽ പഠിക്കാൻ പ്രയാസമാണ്. അതാണ് അവിടെ മറ്റേ ഫ്രഞ്ച് ഉണ്ടായിരുന്ന ഓപ്ഷൻ. അപ്പോൾ അവിടെ ചേർന്നപ്പോൾ ഞാൻ അവനെ ഒരു ട്യൂഷനും ഇത് ചെയ്തില്ല. എൻ്റെ ഫ്രണ്ട്സും ബാക്കി എല്ലാവരും മറ്റേ ട്യൂഷന്, കണക്കിന്, മാത്സിന്, മറ്റേ പൂജപ്പുരയിൽ, സയൻസിന്, മറ്റേ ഞാൻ പറഞ്ഞു ഞാൻ എവിടെയും ട്യൂഷൻ അയക്കുന്നില്ല. ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞാണ് അവർ, ഇത് അമേരിക്ക അല്ല, ഇത് അമേരിക്ക അല്ല. ഞാൻ പറഞ്ഞു എനിക്കറിയാം അമേരിക്ക അല്ല, ട്യൂഷന് യാതൊരു ആവശ്യമില്ല, സെൽഫായിട്ട് തന്നെ അവർ പഠിക്കാൻ പറ്റും. അതിനുള്ള ആയുധം നമ്മൾ ഒരുക്കി കൊടുക്കണം. ഇന്നത്തെ കാലത്ത് ഇന്റർനെറ്റ് എല്ലാം ഉണ്ട്. നിങ്ങൾ വെറുതെ ഇങ്ങനെ പൈസ പിശിക്കൊന്നും കാണിക്കരുത് കേട്ടാ. അമേരിക്കയിൽ പൂത്ത കാശ് ഉണ്ടാക്കിയില്ലേ, ഒന്ന് ട്യൂഷന് വിടണമെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ വിടുന്നില്ല. അതെ, നിങ്ങൾ വെറുതെ നിങ്ങളുടെ മോനെ ഗിനി പിഗാക്കാണ്. അവരുടെ കമൻ്റാണ്, ഗിനി പിഗാക്കാണ്. ഞാൻ ട്യൂഷൻ ഒന്നും വിട്ടില്ല. ഐ ടോട്ട് ഹിം ഹൗ ടു യൂസ് ആ ഇന്റർനെറ്റിൽ ഏതൊക്കെ സൈറ്റിൽ നിന്ന് എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളതൊക്കെ. അവൻ അവിടെ തന്നെ 10ാം ക്ലാസ്, 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ്സിൽ ഈ പാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ വിത്തൗട്ട് എനി ട്യൂഷൻ. അവൻ അവിടുത്തെ 12ാം ക്ലാസ്സിലായപ്പോഴും അവന് മിക്ക A+ A ഒക്കെ ആയിരുന്നു. അപ്പോഴിത് ഈ 10ാം ക്ലാസ്സിൽ തോറ്റ് കാണും എന്നുള്ള ആ വാർത്ത കേൾക്കാനായിട്ട് നേരത്തെ പറഞ്ഞൊരു വീട്ടിൽ വന്നു പതുക്കെ അന്വേഷിച്ചു. എങ്ങനെ മോൻ്റെ പരീക്ഷ കഴിഞ്ഞോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു പാസ്സായി. പാസ്സായില്ലേ? പിന്നെ പാസ്സായി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. അപ്പോഴും പറയാണ് അത് പിന്നെ നിങ്ങളുടെ ജീൻസ് അല്ലേ എന്ന് പറയുന്നത്. എന്താണ്? എൻ്റെ ജീൻസ് അല്ലേ? അപ്പം 3 കൊല്ലത്തിന് മുമ്പ് എൻ്റെ ജീൻസ് അല്ല അല്ലേ? 3 കൊല്ലത്തിന് മുമ്പ് ട്യൂഷൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ജീൻസ് അല്ല. അവൻ ട്യൂഷൻ പോകാതെ ഡിസ്റ്റിങ്ഷനോട് പാസ്സായപ്പോൾ നിങ്ങളുടെ ജീൻസ് അല്ലേ? ഇതാണ് പ്രശ്നം. ഈ ട്യൂഷൻ കൾച്ചർ നിർത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ടു മച്ച് ഓഫ് എ ടോക്സിക് ഇതാണ്. താങ്ക് യു. അപ്പോ നമുക്ക് ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു സെഷൻ ആണെന്ന് വിചാരിക്കുന്നു. ഒറ്റ ഡിസ്കഷൻ ആയിരുന്നു തോന്നുന്നു പറ്റുന്നത് അല്ലേ? സാർ ഒരു കാര്യം പറഞ്ഞോട്ടെ. യെസ് പറയാം. SK നമ്പൂതിരി, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇതിൽ ഒരു ചെയ്യുന്നത്. എൻ്റെ മകളുടെ കുട്ടികൾ, മകള് USA-യിലാണ്, മകളുടെ കുട്ടികൾ USA-യിലാണ് പഠിക്കുന്നത്. അവർക്ക് ഒരു ടെൻഷനും ഇല്ല. അവരിതാ ഇപ്പോൾ 8ാം ക്ലാസ് കഴിഞ്ഞു, ഇപ്പോൾ 9ാം ക്ലാസ്സിലേക്ക് ആവുകയാണ്. അവർക്ക് ഒരു ടെൻഷനും ഇല്ല. അവർ പഠിക്കുന്ന എപ്പോഴാണെന്ന് കാണുക പോലുമില്ല. പക്ഷേ ദേ ആർ ഇൻ ദ ഗുഡ് ബുക്സ് ഓഫ് ദ സ്കൂൾ ഇൻ എവരി വേ. ഇവിടെ ആണെങ്കിൽ എല്ലാം ടെൻഷനാണ്. എൻ്റെ മകൾ ഇവിടെ ട്യൂഷന് പോകുന്നതിന്റെ പിയർ പ്രഷർ കൊണ്ട് ഞാനും അവളെ ട്യൂഷൻ അയച്ചിരുന്നു. ഭയങ്കര ട്യൂഷൻ ഒക്കെ ആയിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. ഇവിടെ കോളേജിലും സ്കൂളിലും പരീക്ഷ ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കുമാണ് കൂടുതൽ ടെൻഷൻ. അങ്ങനെയുള്ള കണ്ടീഷനാണ്. മെന്റാലിറ്റി. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ എല്ലാം നാടിനെ കുറ്റം പറയുകയല്ല. നാടിന് എത്രയോ ഗുണങ്ങളുണ്ട്. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടുവരുന്നത് ഡിഗ്നിറ്റി ഓഫ് ലേബർ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന പ്രൊഫഷനിലേക്ക് പോയേ പറ്റൂ എന്നും പറഞ്ഞുള്ള ഒരു അങ്ങനെയൊക്കെ പലതും ഉണ്ട് ഇവിടെ. ഓക്കെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഓക്കെ, അതൊക്കെ മാറി വരും. ഇനി കാലങ്ങൾ ഇനിയും ബാക്കിയുണ്ട് നമ്മുടെ മുമ്പിൽ. മാറി വന്നേ പറ്റൂ. മാറുന്നില്ല. നീറ്റ് പരീക്ഷയ്ക്ക് എത്രയാണ്? 23 ലക്ഷം എത്രയാണ് നീറ്റ്? നീറ്റും വാറ്റും ഇതിനു വേണ്ടിയിട്ട്. അതിൽ മിക്കവർക്കും പോകുന്നവർക്ക് ഒരു താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. അവരുടെ പാരൻസും ഗ്രാൻഡ് പാരൻസും അവരുടെ പ്രഷർ കൊണ്ടാണ് ഇവരെല്ലാം ചെന്ന് നീറ്റും കീറ്റും ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ് ഇസ് എ ഫാക്ട്. അതും ഒന്നിന്റെ ആപ്റ്റിറ്റ്യൂഡ് നോക്കാൻ ഒരു വഴിയുമില്ല. ആർക്കിടെക്ചറിന് മാത്രം ആപ്റ്റിറ്റ്യൂഡ് നോക്കും, പിന്നെ ആംഡ് ഫോഴ്സസ് സെലക്ഷനും നോക്കും. ബാക്കി ഒന്നിനും ആപ്റ്റിറ്റ്യൂഡ് നോക്കുന്ന ഒരു എനിവേ ദാറ്റ് ഈസ് ദ വേ ഓഫ് ലൈഫ് ഹിയർ. ഓക്കെ സർ. അപ്പോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാന്നിരിക്കാം. നെക്സ്റ്റ് വീക്ക് കാണാം ഇതേ സമയം. താങ്ക് യു ഓൾ. ബൈ. ഗുഡ് നൈറ്റ്. ബൈ ബൈ. Thank you, sir. Thank you, sir. Thank you so much.